ഈ വേദിയിലെ അണ്ടർ ട്രെയിനർ, ദീർഘകാലമായി ഹജ്ജിൻ്റെ സേവന രംഗത്ത് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഹജ്ജ് അടക്കമുള്ള ട്രെയിനർമാർ, ഈ വർഷത്തെ വിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് നിങ്ങളുടെ കൂടെ പോരുന്ന സ്റ്റേറ്റ് ഹജ്ജ് ഇൻസ്പെക്ടർമാർ, പ്രിയപ്പെട്ട ഹാജിമാരെ, കുടുംബമാർ, വിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് 2025 വർഷത്തേക്ക് ഹജ്ജിന് തിരഞ്ഞെടുക്കപ്പെട്ട പ്രിയപ്പെട്ട രക്ഷിതാക്കളും ഉമ്മമാരുമാണ് ഇവിടെയുള്ളത്. വളരെ വലിയ സൗഭാഗ്യമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ കഴിഞ്ഞ പ്രൈവറ്റ് രംഗത്തൊക്കെ വളരെ പ്രയാസങ്ങൾ പ്രൈവറ്റ് ഹജ്ജ് ഗ്രൂപ്പുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വളരെ പ്രയാസകരമായ ഒരു സാഹചര്യം ഇപ്പോൾ ഇന്ത്യയിലുണ്ട്. ഈ വർഷം അപേക്ഷ കൊടുത്ത 42,000 ഹാജിമാർക്ക് പോകാൻ സാധിക്കുമോ എന്ന ഒരു ആശങ്കയിലാണ് ഇപ്പോൾ പ്രൈവറ്റ് ഗ്രൂപ്പുകളൊക്കെ ഉള്ളത്. അല്ലാഹു എന്തായാലും അവർക്കും ഈ വർഷത്തെ സൗഭാഗ്യം നൽകുമാറാവട്ടെ. അവർ പ്രൈവറ്റിന് പോവുകയാണെങ്കിലും നമുക്ക് അവർ ഹജ്ജിന് തൗഫീഖ് കിട്ടണം, നമുക്ക് ദുആ ചെയ്യാം. കാരണം അതിനുവേണ്ടി എല്ലാം ഒരുങ്ങി വെച്ച ആളുകൾ നിരവധി ആളുകളാണ്. ഇപ്പൊ ഈ വർഷം തന്നെ എൻ്റെ ഒരു സുഹൃത്ത്, സർക്കാരിൽ കിട്ടിയ ഒരു സുഹൃത്ത്, എൻ്റെ പഞ്ചായത്തിൻ്റെ ഒരു സുഹൃത്ത് ആദ്യമായിട്ട് ഈ കോഴിക്കോട് കാശ് കയറി എന്നൊക്കെ പറഞ്ഞിട്ട് സർക്കാരിൻ്റെ ഹജ്ജ് കിട്ടിയത് അദ്ദേഹം ക്യാൻസൽ ചെയ്തു, ഒരു പ്രൈവറ്റ് ഗ്രൂപ്പിൽ കൊടുത്തു. ഇന്നലെ അദ്ദേഹം വിളിച്ച് ആശങ്ക അറിയിക്കണം, എന്താ മാഷ ചെയ്യാം, കുടുങ്ങി പോകുന്നുള്ള പേടിയിലാണ്. ഞാൻ പറഞ്ഞത് അന്ന് അയാളോട് പറഞ്ഞു വെച്ചാൽ ഒപ്പിലാക്കി നിങ്ങളെടുത്ത് ഒരുങ്ങിക്കോളൂ, ഒരു ആദ്യ സംഭവം അവസരം കിട്ടിയാൽ പിന്നെ ഒന്നും മുടക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇപ്പം അയാൾ വളരെ വിഷമത്തിലാണ്. എന്തായാലും അദ്ദേഹത്തിന് ഒന്നാമത് തോഫീക്ക് കണ്ടിട്ട് ദുആ ചെയ്യും. പറഞ്ഞു വരുന്നത്, ഹജ്ജ് എന്ന് പറയുന്നത് വലിയ തൗഫീഖ് തന്നെയാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു പറയുന്നുണ്ട്, അദ്ദിൻ ബിന്നാസി എന്ന് പറഞ്ഞു, ബിന്നാസി ഹജ്ജ് യഅ്തൂക ഇജാലൻ വഅലാ കുല്ലി ദാമിരിൻ യഅ്തീന മിൻ കുല്ലി ഫജ്ജിൻ അമീം. ഇബ്രാഹിം നബി ഇസ്ലാമിനോട് അള്ളാഹു വിളിക്കാൻ ഏൽപ്പിക്കുകയാണ് ഹജ്ജിന് വേണ്ടി. ഇബ്രാഹിം നബി ഇസ്ലാം ചോദിക്കുന്ന അള്ളാഹുവിനോട്, ഞാൻ ഇത്രയും ആളുകളെ എങ്ങനെ വിളിക്കും? നിങ്ങൾ വിളിക്കൂ എന്ന് പറഞ്ഞ വിളിയാണ്. അത് ലഭിച്ച എല്ലാവരും ഹജ്ജിന് തൗഫീഖ് കിട്ടുന്ന ഉറപ്പാണ്. പലപ്പോഴും നമ്മൾ അനുഭവമുണ്ട്, ഹജ്ജിന് പോയി അവിടെ എത്തിയതിനു ശേഷം ഹജ്ജിന് അവസരം ലഭിക്കാത്ത നിരവധി ആളുകൾ ഉണ്ടാവാറുണ്ട്, പല കാരണത്താലാണ്. അത്തരം പ്രയാസങ്ങളൊന്നും പെടാതെ വളരെ റാഹത്തായി മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും സിയാറത്തും നിർവഹിച്ച് വളരെ റാഹത്തായി തിരിച്ചു അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. നമ്മൾ ഹജ്ജിന് വേണ്ടി അവസരം കിട്ടി, ഞാൻ 3 ഗഡു കാശ് അടച്ചു എന്ന സന്തോഷം ഉണ്ടാവാം. പക്ഷെ നമ്മൾ അഹങ്കാരമോ അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള അതിന്റെ പേരിലുള്ള നമുക്കുള്ള മറ്റൊരു മാനസികമായ തോന്നൽ നമുക്ക് ഉണ്ടാവാൻ പാടില്ല. ഇനിയും നിരവധി കടമ്പകൾ ഹജ്ജിനു വേണ്ടി നമുക്ക് കടന്നു പോകാൻ. എല്ലാം അവസരം ലഭിച്ച് ഹജ്ജ് ഹൗസിൽ ഹജ്ജ് ക്യാമ്പിൽ എത്തിയതിനു ശേഷം വളരെ പ്രയാസപ്പെട്ട് ഹോസ്പിറ്റലൈസ് ചെയ്ത് മരണപ്പെട്ട ആളുകളുണ്ടായിരുന്നു. ഇവിടെ നിന്ന് ജിദ്ദയിലേക്ക് എത്തി ജിദ്ദയിൽ ഹജ്ജ് ടെർമിനലിൽ വെച്ച് മരണപ്പെട്ട ഹാജിമാരുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 1ാമത്തെ ഉംറ നിർവഹിച്ച് ഹജ്ജിന്റെ മരണപ്പെട്ട ഹാജിമാരുണ്ടായിരുന്നു. ഇങ്ങനെ പല ആളുകളും പലപ്പോഴും ഹജ്ജിന്റെ പരിപൂർണമായ അവസരം ലഭിക്കാതെ അള്ളാഹു തിരിച്ചു വിളിക്കുന്ന നിരവധി ആളുകൾ ഉണ്ടാവാറ്. അത് അവർക്കൊക്കെ ഹജ്ജിന്റെ പ്രതിഫലം നൽകുമാറാണ്. ഞാൻ പറയുന്നത്, ഹജ്ജ് എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇന്നത്തെ സമയത്തോളം വലിയ ത്യാഗം എന്നൊന്നും പറയാൻ സാധിക്കുന്നില്ല. എന്നാൽ പോലും ഹജ്ജ് അത് അള്ളാഹുവിന്റെ ഒരു പരീക്ഷണമാണ്. ആ പരീക്ഷണം അള്ളാഹുവിനെ സംബന്ധിച്ചോളം നമ്മളെല്ലാവരെയും വിഷമിപ്പിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകളെ മക്കയിലേക്ക് തന്നെ വിളിച്ച് അള്ളാഹുവിന്റെ ഇബാദത്ത് ചെയ്യിപ്പിക്കണം അള്ളാഹുവിന്റെ നിർബന്ധമുണ്ട്. പക്ഷെ നമ്മുടെ മാനസികമായിട്ട് നമ്മുടെ എല്ലാ നിലക്കും നമ്മുടെ മനസ്സിനെ ഒന്ന് പാകപ്പെടുത്തുവാനും ലോകത്ത് മുസ്ലിങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടുന്ന ലക്ഷക്കണക്കിന് ആൾ ഒരുമിച്ച് കൂടുന്ന ആ ഭൂമിയിൽ നമ്മൾ ഐക്യപ്പെടുവാനും ഒരു സാഹോദര്യം പരിപൂർണമായി ഊട്ടുറപ്പിക്കുവാനും നമ്മുടെ ഓരോ ഘട്ടങ്ങളിൽ നമ്മൾ എങ്ങനെ ജീവിക്കുന്നു അല്ലാഹുവിന് നമ്മുടെ മുമ്പിലുള്ള പരീക്ഷണമായിട്ടാണ് ഹജ്ജിന്റെ ഓരോ ഘട്ടങ്ങളുമുണ്ട്. കാരണം ഹജ്ജിന്റെ ചരിത്രം അതാണല്ലോ. ഹജറ ഉമ്മ സ്വന്തം മകന് വേണ്ടി ത്യാഗം സഹിച്ച ആ ഓട്ടം, സഫാ മർവയ്ക്കുള്ള ഓട്ടമൊക്കെ നമുക്കറിയാം. അതുപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം മക്കയിൽ ഹജറ ഉമ്മയെ ഇട്ടേച്ചു പോകുന്ന രംഗമുണ്ട്. ആ സമയത്ത് ഹജറ ഉമ്മ ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ കൽപ്പനയാണോ? അതെ, അള്ളാഹുവിന്റെ കൽപ്പനയാണെന്ന് പറയുമ്പോൾ ഞാൻ അത് അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വന്തം ഭർത്താവിനെ പറഞ്ഞയക്കുന്ന രംഗമൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും.
ഞാൻ പറയുന്നത് ഇങ്ങനെ ഹജ്ജിന്റെ ഓരോ ചരിത്രങ്ങളും ത്യാഗോജ്ജലമായ ചരിത്രങ്ങളാണ്. നമ്മുടെ ജീവിതത്തിലും അള്ളാഹു നമ്മെ ഓരോ സമയത്ത് നോക്കിക്കൊണ്ടേയിരിക്കും. ഞാൻ എന്റെ അടിമ ക്ഷമിക്കുന്നവനാണോ? അവന്റെ ജീവിതം എങ്ങനെയാണ്? അവന്റെ ഇബാദത്ത് എങ്ങനെയാണ്? എന്റെ ഗേഹത്തിലേക്ക് എത്തിയതിനു ശേഷമുള്ള ലക്ഷക്കണക്കിന് പ്രതിഫലം നൽകാമെന്ന് ഞാൻ ഉറപ്പ് കൊടുത്ത കഅബയിലെത്തിയതിനു ശേഷം അവന്റെ ഇബാദത്തുകളും അവന്റെ ചെയ്തികളും ഒക്കെ എങ്ങനെയാണെന്ന് ഓരോ സമയത്തും അള്ളാഹു നമ്മെ നോക്കിക്കൊണ്ടേയിരിക്കും. ഞാൻ പറയുന്നത് നമ്മൾ ഒരിക്കലും അഹങ്കരിക്കാൻ പാടില്ല. ഓരോ ഘട്ടങ്ങളിലും അള്ളാഹുവിന്റെ ആ തൗഫീഖിന് വേണ്ടി നാം ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. പലരും അസുഖം വന്നിട്ടും പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷമൊക്കെ നിരവധി രാജ്യമാരാണ് കാലാവസ്ഥയുടെ പ്രശ്നം കാരണം മരണപ്പെട്ടു പോയി. അവർക്കൊക്കെ ഹജ്ജിന്റെ പ്രതിഫലം നൽകുമാറാവട്ടെ. മുഖറവിയായ ശുഹദാക്കൾ അവർക്കൊക്കെ ഉൾപ്പെടുത്തി നൽകുമാറാവട്ടെ. നമ്മൾ ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ വ്യക്തമായി നിങ്ങളോട് പറഞ്ഞ ഏതാനും കാര്യങ്ങളുണ്ടായിരുന്നു. ചെറിയ റിവൈൻഡിങ് മാത്രം ചെയ്തുകൊണ്ട് നമുക്ക് ഇന്ന് വന്ന ക്ലാസ്സിന്റെ മൊത്തം കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഏതാനും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ യാത്രയുടെ അവസാനത്തിലേക്കുള്ള തയ്യാറെടുപ്പുകൾ മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും. അതിൽ നീളുന്ന ഒരു സമയം ഇല്ല. പിന്നെ വെയിറ്റിംഗ് ലിസ്റ്റിൽ കിട്ടിയ എത്ര പേര് ഇതിലുണ്ട്? ഇപ്പൊ പുതിയ ലിസ്റ്റ് കിട്ടിയ ആളുണ്ടോ? രണ്ടാമത്തെ വെയിറ്റ് ലിസ്റ്റ് കിട്ടിയ ആളുകളുണ്ടോ? ഇതിന് മുമ്പ് കിട്ടിയ ആളുകൾ? വെയിറ്റ് ലിസ്റ്റ് കിട്ടിയ ആളുകളില്ല. അഥവാ ക്ലാസ്സിൽ പങ്കെടുക്കാത്ത ആളുകളുണ്ട് ഇതിനു മുമ്പ്? പുതിയ കിട്ടിയതാ ഒരാളുണ്ട്? അതല്ല, ഇത് അനുഭവ സമ്പത്തുള്ള ആളല്ല വിഷയം. എന്നാലും മൊത്തത്തിലുണ്ട് ചോദിക്കണം. ഇത്തരത്തിലുള്ള ആളുകൾക്ക് നമ്മുടെ ഇപ്പൊ വീണ്ടും നമുക്ക് ഇപ്പൊ പുതിയ ലിസ്റ്റിൽ കുറച്ച് ആളുകൾ കിട്ടിയിട്ടുണ്ട്. മൊത്തത്തിൽ നമുക്ക് 3401 വരെ വെയിറ്റ് ലിസ്റ്റ് ഇപ്പൊ കിട്ടി. ഇന്നലെ മിനിഞ്ഞാത്തോളം കിട്ടിയിട്ടുണ്ട്. അവർക്ക് ഇന്ന് കാശ് അടക്കുന്ന ഡേറ്റ് ആയതുകൊണ്ടാണ് അങ്ങനത്തെ 1 ആൾ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞവരെ പോയിട്ടുണ്ട്. അത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടി ഹജ്ജ് ഹൗസിൽ വെച്ച് മൊത്തം മലപ്പുറം ജില്ലയിലെ ആളുകൾക്ക് വെയിറ്റ് ലിസ്റ്റ് കിട്ടിയ ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാം അടുത്ത ദിവസം ഹജ്ജ് കമ്മിറ്റിയുടെ കീഴിൽ സംഘടിപ്പിക്കും. അന്ന് അവരെ കൂടി വിളിക്കും ഇൻഷാ അല്ലാഹ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ വർഷം ആദ്യമായിട്ട് ഇപ്പൊ മൊത്തത്തിൽ 18,882 പേർക്ക് അവസരം കിട്ടി. അതിൽ ഏതാണ്ട് ഒരു 2000-ഓളം ആളുകൾ ക്യാൻസലേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ആളുകളിൽ ഏതാനും അവസരം ആളുകൾക്ക് മാത്രമേ എന്താവുള്ളൂ, 2,000-3,000 ആളുകൾക്ക് മാത്രമേ ഇനി ഈ വർഷം 2,000 ആളുകൾക്ക് മാത്രമേ ഈ വർഷത്തെ മൊത്തം അപേക്ഷകളിൽ തന്നെ അതിന് കിട്ടാനുള്ളൂ. അങ്ങനെ അവസരം ഉണ്ടാവുക വളരെ കുറവാണ്. ഏതായാലും അവർക്ക് കൂടി അവസരം കിട്ടട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. ഒരു പക്ഷേ ചില കോട്ടകളോ മറ്റോ കിട്ടിയിട്ട് അവർക്ക് അവസരം കിട്ടണം. അപ്പൊ ആദ്യമായി ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്, ഒന്നാമത്തെ ക്ലാസ്സിൽ 2ാമത്തെ ക്ലാസ്സിൽ നിങ്ങളോട് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നു, ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയിരുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ അനുവർത്തിക്കാൻ വേണ്ടി ഹജ്ജിന് മുന്നോടിയായിട്ട്, ഹജ്ജിന്റെ കർമ്മങ്ങൾക്ക് മുന്നോടിയായിട്ട് നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട കുറെ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നത്? നടത്ത പരിശീലനം നടത്തുന്നുണ്ടാവും അല്ലേ? പിന്നെന്തൊക്കെയുണ്ട്? അമ്മമാർക്ക് ഓർമ്മ ഉള്ളത് തോന്നുന്നുണ്ടോ? നിങ്ങളെ വാക്കും പറയാം. വെള്ളം കുടിക്കുന്ന ശീലം അല്ലെ? വെള്ളം കുടിക്കുന്ന ശീലം വർദ്ധിപ്പിക്കണം എന്നുള്ള അനിവാര്യമാണ്. പ്രത്യേകിച്ചും നല്ല ഉഷ്ണം കൂടുന്ന ഒരു കാലഘട്ടമാണ്. നല്ല ഉഷ്ണത്തിലേക്കാണ് നീങ്ങുന്നത്. കഴിഞ്ഞ വർഷത്തെക്കാളും കൂടുമെന്നൊക്കെയാണ് പഠനം പറയുന്നത്. അപ്പോ ഇപ്പോൾ തന്നെ വെള്ളം, പൊതുവെ നമുക്ക് വെള്ളം കുടിക്കുന്ന കാര്യത്തിൽ കുറച്ച് പുറകിലാണ്. നമ്മൾ വെള്ളം കൂടി ശീലിക്കണം. എന്ന് വെച്ചാൽ ഒന്നിച്ച് കുടിച്ച് പ്രയാസപ്പെടുന്ന എന്നാലും അല്പമായി കുടിച്ച് ശീലിക്കേണ്ട ഒരു അവസരമാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിലും അത്യാവശ്യം ചൂടൊക്കെ ഉള്ള സമയമാണ്. പിന്നെന്തൊക്കെ പറഞ്ഞിരുന്നു? ക്ഷമ, എപ്പോഴും ക്ഷമ അല്ലെ? ആൾക്കാർക്ക് ക്ഷമ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. ഹജ്ജ് ഹൗസിൽ അപേക്ഷയായിട്ട് വന്നപ്പോൾ തന്നെ കുറെ ആൾക്കാർ ക്ഷമ കണ്ടു. 10 മിനിറ്റ് വൈകുമ്പോൾ തന്നെ കച്ചറ കളിക്കുകയാണ്. 4 മണിക്കൂർ 5 മണിക്കൂറൊക്കെ എംബാക്കേഷന് പോയതിൽ കാത്തു നിൽക്കേണ്ട അവസരം ഉണ്ടാവാറുണ്ട്. അള്ളാഹു നമ്മളെ പരീക്ഷിക്കണം. ഒക്കെ പരീക്ഷണങ്ങളാണ്. ചിലപ്പോൾ അതിലേറെ ഇരിക്കേണ്ടി വരും. തിരിച്ചു വരുന്ന സമയത്തൊക്കെ ചിലപ്പോൾ കൂടുതൽ സമയം മദീന എയർപോർട്ടിലൊക്കെ ഇരിക്കേണ്ടി വരും. ആ സമയത്തൊക്കെ അസ്വസ്ഥപ്പെട്ടിട്ട് കാര്യം നമ്മൾ തസ്ബീഹ് ചൊല്ലിയിട്ടും നമ്മൾ തഹ്ലീലിട്ടൊക്കെ ഇരിക്കുക. അവിടെ ഓരോ ഇബാദത്തിന് ഹജ്ജിന്റെ അവസരത്തിൽ ആജിയാണെങ്കിൽ ആജിയുടെ ഓരോ നീക്കത്തിനും അല്ലാഹുവിന് വലിയ പ്രതിഫലം നൽകും. അപ്പൊ നമ്മൾ അത്തരം അവസരം കിട്ടുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതാണ്, എനിക്ക് കൂടുതൽ ഇബാദത്ത് വർദ്ധിപ്പിക്കുവാനുള്ള അവസരമാണ് അല്ലാഹു നൽകിയിരിക്കുന്നത് ചിന്തിക്കണം നമ്മളൊക്കെ. അതുപോലെ പരീക്ഷണം വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, എനിക്ക് എന്നെ അള്ളാഹു പരീക്ഷിക്കുന്നതാണ് ഇത്. ആ പരീക്ഷണത്തിൽ ഞാൻ വിജയിച്ച അള്ളാഹു എണ്ണമറ്റ പ്രതിഫലം നൽകുമെന്നൊരു തോന്നൽ എല്ലായ്പ്പോഴും നമുക്ക് വേണം. പരീക്ഷിക്കും ഉറപ്പാണ്. മുമ്പൊക്കെ വർഷങ്ങളിൽ ഞങ്ങൾ ക്ലാസ്സിൽ കർശനമായി പറയുന്ന ഒരു വിഷയം എന്തായിരുന്നു വെച്ചാൽ, ഹജ്ജിനെ കൊണ്ടുപോകും, ഒരു പ്രയാസം ഉണ്ടാവില്ല. പിന്നെ ഹജ്ജ് ക്യാമ്പിലൊക്കെ ഉഷാറേങ്ങളെ കൊണ്ടുപോകും, ഇതിലേറെ ഉഷാറേക്ക് അവിടെ എന്ന് പറയും. ഇത്തവണ ഞങ്ങൾ പറയേണ്ട തീരുമാനം, ഒരു മൊത്തത്തിൽ ശരി തീരുമാനിച്ച് അങ്ങനെ പറയില്ല എന്നുള്ളതാണ്. അവിടെ നല്ല പ്രയാസം ഉണ്ടാവും ഞങ്ങൾ പറഞ്ഞു. അല്ലെങ്കിൽ നിങ്ങളൊക്കെ സുഖിച്ച് പോയിട്ട് എന്താ പറയുന്നത് വെച്ചാൽ, ഇവിടുന്ന് കഴിഞ്ഞൊരു പോയെന്ന് പറഞ്ഞ് ഇവിടുന്ന് എന്താ സൗകര്യം അവിടെ കിട്ടിയാൽ മതിയായിരുന്നു. അത് കിട്ടൂല. പരീക്ഷണത്തിന്റെ ഭൂമിയാണെന്ന് മനസ്സിലാക്കണം.
അപ്പൊ ഈ കഴിഞ്ഞ തവണ പ്രയാസപ്പെട്ടപ്പോൾ നമ്മൾ പറയുന്നത് കുറച്ച് പ്രയാസം സഹിക്കേണ്ടി വരും. ക്ലാസ്സിലെ കഴിഞ്ഞ വർഷം നമ്മളെ ഒന്നിട്ട് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു, നിങ്ങൾ ഈ ക്ലാസ് എടുക്കുമ്പോൾ ഈ സുഖിപ്പിക്കൽ വലിയ പ്രയാസമുണ്ട് ആളുകൾക്ക്. പലരും സുഖിപ്പിച്ച് പോയിട്ട് അവിടെ എത്തുമ്പോൾ അവരിങ്ങനെ പ്രതീക്ഷിക്കുന്നത് ഇതിലേറെ സൗകര്യം കിട്ടുന്നതാണ്. അപ്പൊ അതിലേറെ പ്രയാസപ്പെടുമ്പോൾ എല്ലാവരും നിങ്ങളൊക്കെ പിരാഗണ വരും. ഞാൻ പറഞ്ഞ പിരാക്ക് ഈ വർഷം ഉണ്ടാവില്ല. അപ്പൊ കുറച്ച് പ്രയാസം ഉണ്ടാകുമെന്ന് എല്ലാവരോടും നമ്മൾ പറയണേ ഈ വർഷം. അതാ പ്രയാസം ഇല്ലാതെ ഹെൽപ്പ്മാരാവട്ടെ. അപ്പൊ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ പിന്നെ എന്താ ഇല്ലെങ്കിൽ സൗകര്യമാണല്ലോ, അങ്ങനെ സംഭവം ഉണ്ടല്ലോ. അപ്പൊ ഉണ്ടാവും പേടിപ്പിക്കല്ലോ, പക്ഷെ കുറച്ചൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാവും. അപ്പോ നടത്തത്തിന്റെ കാര്യം പറഞ്ഞു, അത് വളരെ അനിവാര്യമാണ്. ഒറ്റപ്പെട്ട് യാത്രയിൽ നമുക്ക് 16 കിലോമീറ്ററാണ് മിനിയിൽ നിന്ന് അറഫയിലേക്ക് ദൂരം. ഞങ്ങളൊക്കെ നടന്നു പോയത്. ഇങ്ങനെ നടക്കണം നമ്മൾ പറയല്ല, പക്ഷെ നടന്ന് പോകുമ്പോൾ ശരിക്കും വല്ലാത്ത രസമാണ്. നല്ല ചൂടായി വർഷമൊക്കെ നടക്കാൻ പ്രയാസമായിരുന്നു, നടത്തുന്ന പറയല്ല. അപ്പൊ അങ്ങനെ അവസരം വന്നാൽ വാഹനം ലഭിച്ചില്ലെന്ന് കരുതാൻ നടക്കേണ്ടി വരും. അപ്പൊ എന്ത് ചെയ്യാം, എപ്പോഴും സ്വന്തം കയ്യിൽ ഒരു ലിറ്ററിന്റെ വാട്ടർ ബോട്ടിൽ കയ്യിൽ എപ്പോഴും സൂക്ഷിക്കണം. അവിടുന്ന് കിട്ടുമല്ലോ കുപ്പിന്ന് കരുതരുത്. ഇവിടുന്ന് പോകുമ്പോൾ 1 ലിറ്ററിന്റെ ഒരു വാട്ടർ ബോട്ടിൽ കയ്യിൽ കരുതരുത്. അങ്ങനത്തെ എന്താ പിന്നെ എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടാവും. അവിടുന്ന് പോകുന്ന സഞ്ചിയിലും നമ്മൾ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന ഹാൻഡ് ബാഗേജിൽ സ്ഥിരമായിട്ട് എന്ത് വേണം, ഒരു വാട്ടർ ബോട്ടിൽ വേണം. എപ്പോഴും കുടിക്കുക. വയലൊക്കെ വെള്ളം കണ്ട അപ്പൊ തന്നെ നിറച്ചു വെക്കുക. അങ്ങനെ വെള്ളം കുടിക്കും നിർബന്ധമായി ശീലം. പിന്നെ പറഞ്ഞ കാര്യം ലിഫ്റ്റ് അറിയാത്തവരൊക്കെ വണ്ടൂരിൽ ഞാൻ നിങ്ങൾക്കറിയാം. പഴയ മുമ്പൊക്കെ ഒരു 10 വർഷം മുമ്പൊക്കെ മലപ്പുറം ജില്ലയിൽ ക്ലാസ് എടുക്കുമ്പോൾ ചോദിച്ചാൽ കുറച്ചൊക്കെ ഉമ്മമാരൊക്കെ പറഞ്ഞ് ലിഫ്റ്റ് കയറാത്തവരുണ്ട്. ഇന്ന് ലിഫ്റ്റ് കയറാത്തവർ ആരും ഉണ്ടാവില്ല. ഇതെല്ലാം ഇല്ല, ഒക്കെ പരിഷ്കരിച്ചു. എസ്കലേറ്റർ കയറാത്തവരുണ്ടോ? ഈ ചലിക്കുന്ന കോണിയിൽ എസ്കലേറ്റർ കയറാത്ത ആളുകളുണ്ട് ഇവിടെ? എന്തായാലും പൈസ കിട്ടാവില്ല. അവരൊക്കെ പരിഷ്കരിച്ചു. വണ്ടൂരൊക്കെ ഭയങ്കര സംഭവമായി. പഴയ കാലത്തെ മാതിരി മലപ്പുറത്തെക്കാളും ഉഷാറായി വണ്ടൂർ അല്ലെ? അപ്പൊ എല്ലാവരും കയറി പറയാൻ മടിയുള്ളവരാണെങ്കിൽ ഒരിക്കലും ഇത് കയറി നോക്കുക. ഒരിക്കലും കയറി നോക്കണം. ചരിക്കുന്ന പോലെ മനസ്സിലായി. ഈ മാളുമ്പോ കണ്ടൊന്ന് കയറിയിട്ട് ഇപ്പൊ എന്നാലും അവിടെ കയറിയിട്ട് എന്താ പറയാൻ കയറാൻ വേണ്ടിയിട്ട് സ്റ്റെപ്പ് തന്നെ കയറും. നിൽക്കരുത്. കാരണം നമ്മൾ തവാഫ് ചെയ്യുന്ന അവസരത്തിൽ തവാഫ് ചെയ്യുമ്പോൾ നമുക്ക് വുദു എടുക്കേണ്ട അവസ്ഥ വരികയാണ്. എന്ത് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് 10-60 സ്റ്റെപ്പ് ഇറങ്ങി പോയിട്ട്, അല്ലെങ്കിൽ അതിന് പുറത്ത് സൗകര്യം ഉണ്ടെങ്കിൽ കുറച്ചുകൂടി സൗകര്യം താഴെയായിരിക്കും. അവിടെ പോയിട്ട് വരാൻ സമയം കുറെ എടുക്കും. അപ്പോഴൊക്കെ ചലിക്കുന്ന കോണിലൂടെ ഇറങ്ങിയ പെട്ടെന്ന് പോയിട്ട് നിങ്ങളെ കൂടെയുള്ള ആളുകളിലേക്ക് എത്താൻ സൗകര്യം കൂട്ടം തെറ്റിപ്പോകും. അതിനാണ് നിങ്ങൾ ഈ ചലിക്കുന്ന കോണി ആവശ്യം വരും. വേണ്ട, അവിടെ എത്തുന്ന സമയത്ത് നല്ല തിരക്കാണ് അറമ്പില്. എന്ത് ചെയ്യും, മുകളിലേക്ക് കയറേണ്ടി വരും. അപ്പോഴേക്ക് ചലിക്കുന്ന കോണി നിർബന്ധം. അപ്പൊ ചലിക്കുന്ന കോണി ലിഫ്റ്റ്. പിന്നെ ലിഫ്റ്റിന്റെ കാര്യം സ്ഥിരമായി മുമ്പൊക്കെ നമ്മൾ പറഞ്ഞിരുന്ന അനുഭവം എന്ന് വെച്ചാൽ, ലിഫ്റ്റിൽ നമ്മുടെ അനുഭവം മുമ്പ് ഒരു പ്രധാനപ്പെട്ട ഒരു പ്രയാസം ഉണ്ടാവാറുള്ളത്, തനിച്ച് ഒരു കാരണവശാലും ലിഫ്റ്റിൽ സ്ത്രീകൾ കയറാൻ പാടില്ല. പുരുഷന്മാരായാലും പ്രായമുള്ളത് ഒരിക്കലും കയറില്ല. ആരായാലും ലിഫ്റ്റിൽ കയറുമ്പോൾ ആരെങ്കിലും കൂടെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തി നിങ്ങൾ കയറിയാൽ മതി. ഇല്ലെങ്കിൽ കഴിഞ്ഞ 3 വർഷങ്ങളിൽ ലിഫ്റ്റ് ചിലപ്പോൾ ചെറിയ ലിഫ്റ്റ് പ്രശ്നം വന്ന് നോക്കുക. ലിഫ്റ്റ് നിന്നാൽ പിന്നെ ആകെ ബേജാർ, അതോടുകൂടി തളരുന്നു. അത് ഉമ്മമാരൊക്കെ ആണെങ്കിൽ പിന്നെ വലിയ പ്രയാസം. അപ്പൊ തനിച്ച് കാര്യം ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ പങ്കുവെക്കാലോ, വിഷമം പങ്കുവെക്കാലോ, പ്രയാസം ഉണ്ടാവില്ല, കുറച്ച് സമയം ഉണ്ടാവുള്ളൂ. അതല്ലാത്ത വേറെ പ്രയാസം വരുന്നത് അപ്പോൾ തനിച്ച് കയറരുത് എന്നാണ് ഒന്നാമത്തെ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, ലിഫ്റ്റിലേക്ക് സ്വിച്ച് ഇട്ട് തുറക്കുന്ന അവസരത്തിൽ, മുമ്പ് ക്ലാസ് സൂചിപ്പിച്ചൊന്നും എനിക്കറിയില്ല, ലിഫ്റ്റ് തുറക്കുന്ന അവസരത്തിൽ ലിഫ്റ്റിന്റെ സർഫേസ് അവിടെ ഉണ്ടോ ഉറപ്പ് വരുത്തണം. മുമ്പ് പറഞ്ഞിട്ടുണ്ടാവും അല്ലെ, കാല് വെക്കുന്ന സ്ഥലം. പക്ഷെ മനസ്സിലായല്ലോ, ലിഫ്റ്റ് തുറന്നാൽ നമ്മൾ കയറുന്ന അതിന്റെ പടി സർഫേസ് അവിടെ ഉണ്ടോ ഉറപ്പ് വരുത്തും. ഇല്ലെങ്കിൽ വലിയ അപകടം. കഴിഞ്ഞ വർഷവും 2 ആജിമാർ മരിച്ചു. ഒരു 5 വർഷം മുമ്പാണ് കോഴിക്കോട്ടുകാരനായ നമ്മളെ കേരളത്തിൽ നിന്ന് ഒരു ആജി ബഷീർ മാഷ് എന്ന് പറഞ്ഞ നല്ലൊരു അധ്യാപകനാണ്. അദ്ദേഹം ഇതുപോലെ മരണപ്പെട്ടതായിട്ടുണ്ട്. 2 ദിവസം കഴിഞ്ഞ് അദ്ദേഹം മരണപ്പെട്ടത് കാണുന്നത് അറിയുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ റൂമിൽ നിന്ന് അദ്ദേഹം പോകുന്നു, CCTV അദ്ദേഹം ലിഫ്റ്റിൽ കയറുന്നത് കാണുന്നുണ്ട്. പിന്നെ ഒരു പിടുത്തമില്ല, ആകെ അന്വേഷിച്ചിട്ട് ഒരു അഡ്രസ്സും ഇല്ല. 2 ദിവസം കഴിഞ്ഞ് ലിഫ്റ്റ് ഓപ്പറേറ്റർമാർ താഴെ ഇറങ്ങി നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മയ്യത്ത കിടന്നു. അദ്ദേഹത്തിന്റെ അച്ഛനെ പറ്റി നിർമ്മാറാവും. ഞങ്ങളുടെ പ്രയാസം. അപ്പൊ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. എന്ത് വേണം, ലിഫ്റ്റ് തുറന്നാൽ ലിഫ്റ്റ് ചവിട്ടുന്ന ഭാഗമുണ്ടെന്ന് ഉറപ്പുവരുത്തി കാലത്ത് വെച്ച് നോക്കുക. ഇത് ഉറപ്പുവരുത്തുക. ഉണ്ടെങ്കിൽ മാത്രം കയറാൻ പാടില്ല, അല്ലെങ്കിൽ കയറാൻ പാടില്ല. അതെന്താ അപൂർവമായിട്ട് വരുന്ന ചില പ്രശ്നങ്ങളാണത്. അതങ്ങനെ എപ്പോഴും വരുന്നൊന്നുമല്ല, എന്തെങ്കിലും പ്രശ്നങ്ങളാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം പറയാം. അതോടൊപ്പം തന്നെ നമ്മൾ റൂമിലാണെങ്കിലും മറ്റെവിടെയാണെങ്കിലും ഈ കാലാവസ്ഥക്കനുസരിച്ച് ഇപ്പോ വലിയ പ്രശ്നം ഉണ്ടാവില്ല, പൊതുവെ വലിയ പ്രശ്നമില്ല. തണുപ്പുള്ള കാലങ്ങളാണ് കൂടുതൽ പ്രശ്നം ഉണ്ടാവുക. റൂമുകളിൽ എന്തായാലും ചൂടുവെള്ളവും തണുപ്പ് വെള്ളവും ഉണ്ടാവും ടാപ്പിൽ. അപ്പൊ നിങ്ങൾ എപ്പോ ടാപ്പ് തുറക്കലാണെങ്കിലും അതൊന്ന് നോക്കുക, ചൂടുവെള്ളം. റൂമിൽ രാവിലെ എന്ത് ചെയ്യും, നമ്മൾ കടന്ന പുറത്തും കൂടി ഒന്ന് മടക്കിയേക്കാതെ നമ്മളെ ഇറങ്ങിയാൽ പോരാ അല്ലേ? പിന്നെ മടക്കിയേക്കാൻ അവിടെ ആരുണ്ടാവും, ഭാര്യ ഉണ്ടാവും, ഉമ്മ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അവിടെ ആരും ഉണ്ടാവില്ല, താത്താരൊന്നും ഉണ്ടാവില്ല. നമ്മളെ റൂമിലൊക്കെ നമ്മൾ മാത്രം.
അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും? നമ്മളെ വിരുപ്പും കാര്യം നമ്മൾ ചെയ്യണം. അതുപോലെ ബാത്റൂം വൃത്തിയാക്കണം. ഇത് എത്ര മൈന്യൂട്ട് കാര്യങ്ങൾ പറയുന്നത്. പലപ്പോഴും റൂമിലുള്ള കശപിശന്റെ കാരണം ഇതൊക്കെയാണ്. ബാത്റൂം വൃത്തിയാക്കുക, റൂം വൃത്തിയാക്കുക, ഭക്ഷണം കഴിക്കുന്നതിന് അവിടെ നിലത്തിടാതെ നമ്മളെ കൊണ്ട് ഒരിക്കലും ഒരു അള്ളാഹു റസൂൽ പറഞ്ഞ ഒരു മുഅ്മിനെന്ന് പറയുന്നത് എല്ലാ പ്രയാസങ്ങളിലും മറ്റു മനുഷ്യനെ ഒരു പ്രയാസവും ഇല്ലാതെ അവന്റെ കൈ കൊണ്ടും നാവ് കൊണ്ടും അവന്റെ പ്രവർത്തനം കൊണ്ടും എല്ലാ മുഅ്മിനീങ്ങളിൽ നിന്നും നിർഭയത്വമുള്ളവർ, അല്ലെങ്കിൽ അവരൊക്കെ സംരക്ഷണം നേടിയവരാണ് യഥാർത്ഥ മുസ്ലിം. അപ്പൊ ഹജ്ജ് കൊണ്ട് നമുക്കൊരു പ്രയാസം ഉണ്ടാവാൻ പാടില്ല. അപ്പൊ ആദ്യമായി ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് സൂചിപ്പിക്കാം. ഇതിൽ കാശടക്കാതാറുണ്ടോ? മൂന്നാം ഗഡു കാശടക്കാതാറില്ലല്ലോ? ഇല്ല. കോഴിക്കോട് എംബാർക്കേഷൻ പോകുന്ന എത്ര ഇതില് മനസ്സ് വിഷമിപ്പിക്കാനല്ലോ ചോദിച്ചു നോക്കും. ഇനി നിങ്ങളതിന് വെറുപ്പ് കയറ്റും. ഒന്നാമതൊക്കെ പറഞ്ഞിട്ട് വെറുപ്പ് കയറ്റുന്നുണ്ട്. അത് എന്റെ തൊഴിൽക്കൂടി എനിക്ക് പോകാൻ അള്ളാഹു തോൽപ്പിക്കരുത്. ആ കാശിനാന്നുള്ളത് മനസ്സിൽ ഇനി വെറുപ്പ് കെട്ടാൻ പാടില്ല. ഹജ്ജിന്റെ കാര്യത്തിൽ വരാതിന് മുമ്പ് നമ്മൾ ശ്രമമൊക്കെ നടത്തിയിട്ടുണ്ടാവും അല്ലെ? നമ്മളൊക്കെ ശ്രമം നടത്തിയിട്ടുണ്ട്. പക്ഷെ ശ്രമം പരാജയപ്പെട്ടതാണ്. അപ്പൊ പഠിച്ചോണ്ട് തോൽപ്പിക്ക് അങ്ങനെ നമ്മൾ കരുതിയിട്ട് ആ പരീക്ഷണത്തിൽ അള്ളാഹുവിന് കരുതാം. ലാസ്യം സംശയം അവസരം തരാം. അപ്പൊ അവസരം എന്താ ചെയ്യുന്നത്? അപേക്ഷ കൊടുക്കുന്ന അവസരത്തിൽ അതിന്റെ വിഷയം ആർക്കും നമുക്ക് അറിയുന്നില്ലല്ലോ. അപേക്ഷ കൊടുക്കുന്ന ആളോട് ചോദിച്ച് നമ്മൾ ധാരണ വരുത്തുന്ന വിഷയം. അപ്പൊ അത് നമ്മള് പറ്റിപ്പോകുന്ന വിഷയം. ഏതായാലും നമ്മള് ഇത്തവണ അതിന് അവസരം കിട്ടി. ഇനി ആയിരിക്കും ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല. അവരാ ജിദാലഫിൽ എത്തുന്നല്ലേ പ്രസാദൻ. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യാൻ മനസ്സിലാക്കി കരുത്. ഇത്തവണ അള്ളാഹുവിന്റെ തോപ്പിക്ക് ആ പൈസ കൊടുക്കുക എന്ന് കരുതി നമ്മൾ പോവാം. അതന്നെ പാടുള്ളൂ. നമ്മളെപ്പോഴും പോകുന്ന യാത്രയിലും പഠിച്ചോനെ കോഴിക്കോട്ടൊക്കെ 40,000 റുപ്യ കഴിഞ്ഞല്ലോ, എന്താ ചെയ്യാ നിസ്കാരത്തിൽ വിവാദം ഒക്കെ മാമാന്റെ പാറ്റ കണക്ക് നിസ്കാരത്തിലെ കിട്ടുള്ളൂ പറഞ്ഞ മാതിരി നമ്മളെ നിസ്കാരത്തിലൊക്കെ ഇനി അതാണ് അത് ഒഴിവാക്കുക. നമ്മളങ്ങനെ വേണ്ട. എനിക്ക് കോഴിക്കോടത്തെ പഠിച്ചോണ്ട് ഒപ്പിക്ക് നൽകിയതാണ് ഈ വർഷം യാത്ര. അതിന് എനിക്ക് പഠിച്ചോ എന്ന കാശ് പഠിച്ചോണ്ട് പറഞ്ഞ് എനിക്ക് കൊടുക്കാനുള്ള കാശ് പഠിച്ചോ കണക്കൊക്കെ എത്ര ഈ കാശാണ് കരുതാം. പിന്നെ റിപ്പോർട്ട് വേറെ ഉണ്ടാവും ലക്ഷ്യ. നമ്മളങ്ങനെ കരുതി പോവാം. ഇല്ലെങ്കിൽ എല്ലാ കാലത്തും വന്നാൽ ഈ ഒരു മുഷിപ്പ് തീരൂല. ആ അമ്മോട് കൂടി ജീവിതം കൊണ്ടുണ്ടാവും. അതിപ്പോ 1 മുതൽ ഒഴിവാക്കുന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയില്ലേ? ഒഴിവാക്കിയോ? ഇനി ചർച്ച ചെയ്യേണ്ടത് അതൊക്കെ അവസരം കഴിഞ്ഞ് ഞാൻ ചിന്തിക്കരുത്. ഇൻഷാ അല്ലാഹ് അള്ളാഹു ആ രീതി നമുക്ക് തോപ്പിക്കാൻ മാറാവട്ടെ. അല്ലെങ്കിൽ എന്താ ജനങ്ങൾ എപ്പോഴും അസ്വസ്ഥമായിരുന്നു. ആ മനസ്സിൽ ഇത് മാറൂല, ഉണ്ടാവാൻ പാടില്ല. കോഴിക്കോട് നിന്ന് പിന്നെ കൊച്ചി എത്ര പേരുണ്ട് ഇതില്? കുറച്ച് ആൾക്കാരുണ്ട് അല്ലേ? ഇപ്പൊ ഓലിങ്ങനെ അഹങ്കരിക്കും വേണ്ട. ആയിക്കൂടായിക്കോന്ന് വെച്ചിട്ട് ഓല് അഹങ്കരിക്കും വേണ്ട. ഓൽക്കുള്ള തോപ്പിക്ക് അങ്ങനെയാണ്. കണ്ണൂരോ? കണ്ണൂർ ആരുമില്ല അല്ലെ? ആരും കണ്ണൂരില്ല. ഈ പോയടത്തൊക്കെ കണ്ണൂർക്കാരുണ്ടായിരുന്നു. ആരുടെ കണ്ണൂർക്കാർ? ശരി. അല്ല പോയി ശരിയാ. അല്ല ആദ്യം കൊടുത്തവരുണ്ടായിരുന്നോ? കണ്ണൂർ ഓപ്ഷൻ കൊടുത്തതില്ലല്ലോ. പിന്നെ നറുക്കെടുപ്പിലൂടെ കിട്ടിയത് അവിടെ അവർക്ക് അപേക്ഷ കൊടുത്തപ്പോ ഇല്ലല്ലോ. ഇല്ല. അതെങ്ങനെയാന്ന് വെച്ചാൽ കണ്ണൂരിലെ അവസാനത്തെ പിന്നെ 12 ഫ്ലൈറ്റിൽ സീറ്റ് ബാലൻസ് വന്നിരുന്നു. ആ സീറ്റിലേക്കുള്ള ഓപ്ഷനാണ് അങ്ങോട്ട് സംതിങ് ആളുകളെ രണ്ടാമത്തെ അങ്ങോട്ട് വിളിച്ചു. അതാണ് സംഭവം. പിന്നെ തെരഞ്ഞെടുത്ത് വെച്ചാൽ കണ്ണൂര് രണ്ടാമത്തെ ഓപ്ഷൻ കൊടുത്ത ആളുകളെയാണ് അതിലേക്ക് അപേക്ഷ കൊടുക്കാൻ പറഞ്ഞത്. അതിൽ നിന്നും നറുക്കെടുപ്പിലൂടെയാണ് കിട്ടിയത് അവർ. അങ്ങനെ സംഭവം ഉണ്ടായിരുന്നു. 500 സംതിങ് ആളുകൾ. ഏതായാലും അങ്ങനെയാണ് അവസരം. ഏതായാലും നമ്മൾ പിന്നെ മറ്റൊന്ന്, ഈ വർഷം നിങ്ങൾ ഹജ്ജിന് പോകുമ്പോൾ ദുആ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമുക്ക് കരിപ്പൂർ ഹജ്ജ് എംബാർക്കേഷൻ നിലനിർത്തണം. എന്താ മാഷങ്ങൾക്ക് നിർബന്ധം വെച്ചാൽ എന്റെ നിർബന്ധമല്ല. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലുള്ള ദീർഘകാലമായി നമ്മുടെ നാട്ടില് ആവശ്യത്തിലുണ്ടായിരുന്ന ഒരു എയർപോർട്ടാണ് ഏത്? കോഴിക്കോട് എയർപോർട്ട് അല്ലെ? CH മുഹമ്മദ് ഫൈസായി അടക്കമുള്ള ഉന്നതരായ എല്ലാ ആളുകളും, എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും മലപ്പുറത്തിലുള്ള എല്ലാവരും ഒറ്റക്കെട്ടായി ശ്രമം നടത്തിയിട്ട് വന്നൊരു എയർപോർട്ടാണ്. അതിലെ ഓരോ വിയർപ്പിലും നമ്മുടെ മലപ്പുറത്തുകാരായ കൊണ്ടോട്ടിക്കാരായ ആളുകളുടെ വിയർപ്പുണ്ട്. മാത്രമല്ല അവിടെ വന്ന ഹജ്ജ് ഹൗസ് സർക്കാരിന്റെ ഫണ്ട് മാത്രമല്ല, അതിൽ ആജിമാരുടെയും സാധാരണക്കാരുടെയും നമ്മുടെ നാട്ടിലെ ഉമറാക്കളുടെയും ഒക്കെ സ്വത്ത് അതിൽ കിടക്കുന്നുണ്ട്. അതൊക്കെ അന്യാധീനപ്പെട്ടു പോകും. പ്രത്യേകിച്ച് ഇപ്പോൾ ഉണ്ടാക്കിയ വനിതാ ഹൗസ് നല്ല സൗകര്യം, ട്യൂഷന് പോകുമ്പോൾ കാണാൻ പറ്റും. പുരുഷന്മാരെ ഹജ്ജ് സൗകര്യം അവിടെ വനിതകളുടെ ബ്ലോക്ക്. അപ്പൊ അവിടെ നിങ്ങൾക്ക് നല്ല സൗകര്യം. അതൊക്കെ നഷ്ടപ്പെട്ടു പോകാൻ നിൽക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ നേടും അത് കല്യാണ മണ്ഡപം മറ്റൊക്കെ ആക്കിയിട്ട് ഒഴിവാക്കി കൊടുക്കേണ്ടി വരും. കാരണം ഹജ്ജ് ഈ വർഷത്തെ പോലെ ഞാൻ അടുത്ത വർഷം അത് അപേക്ഷിക്കൂല, ഉറപ്പാണല്ലോ. അപ്പൊ ആ ഒരു സംവിധാനം നേരത്തെ അത് തീരുമാനമായി
എന്തായാലും നമുക്ക് അനുകൂലമായി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം. അള്ളാഹു മാറാവട്ടെ. നമ്മളൊക്കെ മനസ്സെന്തുവാച്ചാൽ അള്ളാഹുവാണല്ലോ. ഞാൻ മുക്കല്ലിബിൽ ഖുലൂബിലെ മനസ്സ് മാറ്റുന്ന അള്ളാഹുവാണല്ലോ. അപ്പൊ അള്ളാഹുവിനോട് മനസ്സ് അവരൊക്കെ ദിവസമാരെ മനസ്സ് മാറ്റി കൊടുക്കാൻ ദുആ ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് പ്രധാനപ്പെട്ട വിഷയം. ഏതായാലും നിങ്ങൾ കാശടച്ചു, ഈ അദായിക്ക് കാശ് അടക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവർ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അറവ് ആവശ്യം വരികയാണെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് കൊടുക്കാൻ അവസരമുണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾക്ക് കാശടച്ച് പിന്നെ ഏതാണ്ട് 700 റിയാലോളം കാശ് വരാം. കൃത്യമായ കാശ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ചാൽ ഈ വിദേശ വിനിമയ നിരക്കിന്റെ ഒരു പ്രയാസം കാരണം പക്ഷേ അങ്ങോട്ടൊക്കെ മാറാൻ സാധ്യതയുണ്ട്. അവിടെ പോയാൽ ഇന്ത്യൻ ഇസ്ലാം ഡെവലപ്മെന്റ് ബാങ്ക് കൊടുത്ത ബാങ്കുകളുടെ കൗണ്ടറുകൾ അവിടെ ഉണ്ടാവും. അവിടെ പോയി നിങ്ങൾക്ക് കൂപ്പൺ വാങ്ങാം. അല്ല, നിങ്ങളുടെ മനസ്സ് എങ്ങനെയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് അതേപോലെ നിങ്ങൾക്ക് ചെയ്യാം. അത് നമ്മൾ പറഞ്ഞു, നിങ്ങൾക്ക് ചെയ്യണമെന്നോ ഇന്ന രീതി ചെയ്യേണ്ടതെന്ന് നമ്മൾ പറയില്ല. നിങ്ങൾക്ക് മനസ്സ് എങ്ങനെയുള്ളത് അതുപോലെ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് വേണ്ട ആവശ്യം വന്നാൽ അത്രയും കുറിച്ച് പറയാൻ കഴിയുള്ളൂ. ബാക്കി നിങ്ങൾ അതിന്റെ മസലപരമായ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥാനത്ത് പോയിട്ട് അല്ലെങ്കിൽ പണ്ഡിതരത്ത് പോയി നിങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക. ഹജ്ജിന്റെ മൊത്തം കാര്യങ്ങൾ അങ്ങനെ തന്നെ, ജനറലായ കാര്യങ്ങൾ മാത്രം ഇൻഷാല്ലാഹ് പറയാം. അപ്പോ ഒന്നാമതായി പറയുന്ന ആവശ്യങ്ങൾ പറഞ്ഞു, ഇൻഷാല്ലാഹ് വെള്ളം കൂടി പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഒരുങ്ങി കഴിഞ്ഞു. ഇനി എന്തായാലും ഹജ്ജിന് അവസരം കിട്ടിയാൽ മതി. അതാവും എല്ലാവരും ശുക്രിന്റെ സുജൂദ് ചെയ്തോ? എല്ലാവരും ശുക്രിന്റെ സുജൂദ് ചെയ്തവരാണോ? ആണോ? ഹജ്ജിന് അവസരം ലഭിച്ച ശുക്രിന്റെ സുജൂദ് ചെയ്തവരാണ് ഇതിൽ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. ഇല്ലാത്തവർക്ക് ഇനി അവസരം പോയിട്ടില്ല. ഇന്ന് നിങ്ങൾ പോയിട്ട് ശുക്രിന്റെ സുജൂദ് ചെയ്യാം. അവരുടെ മനസ്സൊരുക്കി ദുആ ചെയ്യാം. ഒറ്റയ്ക്കിട്ട് ദുആ ചെയ്യാൻ ആവശ്യമാണ്. കാരണം എന്ത് അനുഗ്രഹം മുമ്പിന് കിട്ടിയാലും അത് ശുക്രിന്റെ സുജൂദ് ചെയ്യലും എടുത്തുള്ള കാര്യമാണ്. അപ്പോ ഇന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇവിടുന്ന് മഫ്ത സ്റ്റിക്കറും ലഗേജ് സ്റ്റിക്കറും ഒക്കെ വിതരണം ചെയ്യും. നിങ്ങൾ പോകുന്നതിന് മുമ്പ് ഉറക്കെ കിട്ടിയിട്ടുണ്ടാവും. ആ സ്റ്റിക്കർ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ബാഗിൽ കൃത്യമായി തുന്നി പിടിപ്പിക്കണം. ഇത് പറയുമ്പോൾ മുൻ വർഷങ്ങളൊക്കെ അനുഭവം എന്ന് പറഞ്ഞാൽ എത്ര നമ്മൾ പറഞ്ഞാലും പലരും പറഞ്ഞാൽ കുറെ കാലം ഗൾഫിൽ പോയാലാണ് അതൊക്കെ എനിക്കറിയാൻ. എന്നിട്ട് ബാഗ് കാണാത്തിന് തപ്പി നടക്കുകയാണ്. അപ്പൊ എന്താ കാരണം, ഈ സ്റ്റിക്കർ കിട്ടും. ഈ സ്റ്റിക്കർ കിട്ടിയാൽ ഒരാൾക്ക് 3 സ്റ്റിക്കറാണ് ലഭിക്കുക. ഒരാൾക്ക് കവർന്നല്ല, ഒരാൾക്ക് എന്തിനാണത്? 2 ബാഗേജ് അറിയാലോ, 20 2 ബാഗേജ് പ്ലസ് ഒരു ഹാൻഡ് ബാഗേജ് ആദ്യമേ തുന്നി പിടിപ്പിക്കല്ല. ഇതുള്ളത് കൊണ്ട് ഇനി 3 ബാഗ് കൊണ്ടുപോലും ഫർദായി കേട്ടോ. ഈ സാധനം തന്നതുകൊണ്ട് ഞാൻ 3 ബാഗ് കൊണ്ടുപോകണം എന്ന് നിർബന്ധമില്ല. അതിപ്പോ എന്താ, അത് ആവശ്യമുണ്ടെങ്കിൽ എല്ലാവരും കൊണ്ടുപോകാൻ നിർബന്ധമുള്ള സംഭവമല്ല. ഒരാൾക്ക് 1 ബാഗ് കൊണ്ടുപോകേണ്ട ആവശ്യം വേറെ കൊണ്ടുപോയാൽ മതി. പ്രത്യേകിച്ച് ഉപ്പുമാരും ഒരുമിച്ചിട്ടുണ്ടെങ്കിൽ പാടുള്ളവരാണെങ്കിൽ അവർക്ക് ഈ 3 ബാഗേജ് വേണ്ടി നടക്കാൻ കഴിയില്ല. പലപ്പോഴും അവർ സ്വന്തം നോക്കേണ്ടി വരും. അല്ല, നിങ്ങളെ കൂടെ പോയിരുന്നു 150 പേർക്ക് ഒരു വളണ്ടിയർ ഈ കാൽഗുൽ വിചാരിച്ചിന് ട്രെയിനർക്ക് ഒരിക്കലും നിങ്ങളെ കൂടെ ഇത് കൊണ്ടുവെക്കാൻ കഴിയില്ല. അപ്പൊ നിങ്ങൾ തന്നെ കൊണ്ടെടുക്കണ്ടേ, നഫ്സിയാണ്. അപ്പൊ ഇത് തന്നത് കൊണ്ട് 3 ബാഗ് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. 3 ബാഗേജ് ഉണ്ടെങ്കിൽ ബാഗ് ആണെങ്കിൽ തുന്നി പിടിപ്പിക്കുക തന്നെ വേണം. ആരെടുത്ത് പോയിട്ട് ബാഗ് തുന്നുന്ന ആളെടുത്ത് ചെരുപ്പ് കുത്തിയോട് എടുത്ത് പോയിട്ട് തുന്നി പിടിപ്പിക്കാം. പെട്ടിയാണെങ്കിൽ ഏത് പെട്ടി, ഇത് ഒട്ടിക്കാൻ തുന്നാൻ പറ്റാത്ത ബോക്സ് ടൈപ്പ് ആണെങ്കിൽ അതിന്മേൽ നിങ്ങൾ നല്ല പശ ഉപയോഗിച്ചിട്ട് ഒട്ടിക്കണം. അതിന്റെ പുറമെ അതിന്റെ മേലെ സെല്ലോ ടേപ്പ്, നല്ല ഉറപ്പുള്ള സെല്ലോ ടേപ്പ് കൊണ്ട് കാണുന്ന ഗ്ലാസ് ടൈപ്പ് സെല്ലോ ടേപ്പ് കൊണ്ട് ഒട്ടിച്ചു വെക്കുക. ഒരിക്കലും പോരാൻ പാടില്ല. നിങ്ങളുടെ ബാഗ് എവിടെ പെട്ടാലും തിരിച്ചു കിട്ടാനാണ് ഈ സംഭവം. എന്താ കാരണം വെച്ചാൽ, നിങ്ങൾ ഇവിടെ പോകുന്ന അവസരത്തിൽ നിങ്ങൾ ബാഗേജ് ആദ്യം കൊടുക്കുന്ന എയർപോർട്ടിൽ അല്ലേ, ആ ബാഗേജ് ഒരു പക്ഷേ നിങ്ങൾ അവിടെ എത്തി അപ്പൊ തന്നെ കിട്ടണമെന്നില്ല, പിറ്റേന്നൊക്കെ ചിലപ്പോൾ കിട്ടുള്ളൂ. അങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ എന്താ അത്യാവശ്യ സാധനങ്ങൾ അതിൽ പെടാതിരിക്കാനാണ്, അല്ല നഷ്ടപ്പെടാതിരിക്കാനാണ് ഇത് പറഞ്ഞത്. അതിനുള്ള പരിഹാരം എന്താണ്? അത്യാവശ്യമുള്ള മരുന്നുകളും പ്രാഥമിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന സാധനങ്ങളും നിങ്ങളുടെ ഹാൻഡ് ബാഗേജിൽ തന്നെ സൂക്ഷിക്കണം. അതൊന്നൊരു വിശദമായി പറയാം ഇൻഷാ അല്ലാഹ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കിട്ടുന്ന ഈ ബാഗ് തന്നെയാണ്. പിന്നെ മഫ്ത സ്റ്റിക്കർ, ഈ മഫ്ത സ്റ്റിക്കർ ഒരു അച്ചുമ്മക്ക് 2 ലഭിക്കും. മഫ്ത സ്റ്റിക്കറാണ്. ഏത് കളറാണെന്ന് ഒരിക്കലും നമുക്ക് നിർബന്ധമില്ല, ഹജ്ജ് കമ്മിറ്റി പറയുന്നില്ല. അതേ സമയത്ത് ഇത് കാണുന്ന വിധത്തിലുള്ള ഒരു മഫ്ത ആണ് നല്ലത്. ഇത് ഒന്നുകൂടി കാണാൻ സാധ്യതയല്ല. ഇത് നിങ്ങൾ പുറകു വശത്ത് ഈ ചുമലിന്റെ ഭാഗത്ത് തുന്നി പിടിപ്പിക്കുക വേണം. ഈ രണ്ട് മഫ്ത കൊണ്ടുപോയി 2 മഫ്ത മാത്രമായിരിക്കും നിങ്ങൾ യാത്രയിലുടനീളം ഉപയോഗിക്കേണ്ടത്. റൂമിൽ നിന്ന് മാറ്റി വെക്കാം, മനസ്സിലായോ? മുഷിയാതിരിക്കാൻ റൂമിൽ നിന്ന് മാറ്റി വെക്കാം. നിങ്ങൾ പുറത്ത് എവിടെ ഇറങ്ങുമ്പോഴും യാത്രയിലുടനീളം ഈ മഫ്തയായിരിക്കും ഉപയോഗിക്കേണ്ടത്. പിന്നെ മഫ്ത ഉപയോഗിക്കാൻ പറ്റും, പറ്റാത്ത പ്രശ്നമില്ല. റൂമിന്റെ ഒന്ന് പെട്ടെന്ന് തുറന്നാൽ പറ്റും, സാധാ മഫ്ത ഉപയോഗിക്കാം. എന്നാലും അധികവും ഒറ്റപ്പെട്ടു പോകുന്ന കൂട്ടത്തിലേക്ക് പോകുമ്പോൾ എപ്പോഴും ഈ മഫ്തയായിരിക്കണം. നിങ്ങൾ തളർന്നൊന്ന് വീണു, നിങ്ങൾ എവിടുത്തെ അജുമയാണെന്ന് അറിയാൻ ഇത് മതിയല്ലോ അല്ലെ? ഇഷ്ടംപോലെ നമ്മുടെ മലയാളികളായ വളണ്ടിയർമാർ, വിവിധ സംഘടനകൾ അവിടെ ഉണ്ട്. അത് അവർക്ക് വലിയ പരിഫലം നൽകുമാറാവട്ടെ. നമ്മുടെ മക്കൾ അവിടെ വർക്ക് ചെയ്യുന്നത് വല്ലാത്ത ത്യാഗമാണത്. അപ്പൊ അവരൊക്കെ നിങ്ങളെ കണ്ടെത്തി അവിടെ എത്തിക്കാൻ സാധിക്കും. ഇത് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ഇതിമേ എഴുതി നല്ല രീതിക്ക് ശ്രദ്ധിക്കണം.
വളണ്ടിയറുടെ മൊബൈൽ നമ്പർ നിങ്ങളുടെ കൂടെ ആരാ പോരുന്നത് എപ്പോൾ അറിയാൻ പറ്റും? ഇപ്പൊ അറിയാൻ സാധ്യതയില്ല, ഉറപ്പായിട്ടില്ല. ആരുടെ കൂടെ ഉറപ്പായിട്ടില്ല. അത് നിങ്ങൾ വിളിക്കും. നിങ്ങൾ വിളിക്കുന്ന വളണ്ടിയർമാരുണ്ടല്ലോ ഉണ്ടാവും. ലാസ്റ്റ് പോകുന്നതിന്റെ മുമ്പ് നിങ്ങൾ വിളിക്കും, ഒരാഴ്ച മുമ്പ് വിളിക്കും. ഞാനാണ് നിങ്ങളെ വളണ്ടിയർ, ഇന്ന സമയത്ത് നിങ്ങൾ 5 ദിവസത്തിൽ എത്തണം എന്ന് പറയും. 5 ക്യാമ്പിൽ എത്തണം, അല്ലെങ്കിൽ നെൽപ്പാശ്ശേരി എത്തണം എന്ന് പറയും. ആ സമയത്ത് നിങ്ങൾ എത്തണം. അപ്പോ അദ്ദേഹത്തോട് ചോദിക്കുക നിങ്ങളുടെ നമ്പർ എത്രയാണ്? ഏത് നമ്പർ? അവിടെ ഉപയോഗിക്കുന്ന നമ്പർ. അധിക പേരും അവിടെ ഉപയോഗിക്കുന്ന നമ്പർ. ഒരു പക്ഷേ അത് കിട്ടിയിട്ടില്ല എങ്കിൽ അവിടെ എത്തിയ ഉടനെ അദ്ദേഹം നമ്പർ കൈമാറും. അങ്ങനെ സംഭവിക്കാറ്. അപ്പൊ നിങ്ങൾ ആ നമ്പറാണ് ഇവിടെ എഴുതിക്കേണ്ടത്. പിന്നെ കവർ നമ്പർ എഴുതിക്കണം. മറ്റേത് അവിടെ അയാൾ വെച്ച് എഴുതാൻ പറ്റുള്ളൂ. മറ്റേ കവർ നമ്പർ നമുക്ക് ഇവിടെ തന്നെ എഴുതി വെക്കാം. ഇതാണ് നിങ്ങൾക്ക് പറയാനുള്ളത്. 2 സ്റ്റിക്കർ നിങ്ങൾക്ക് ലഭിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്ന കുറേ സാധനങ്ങളുണ്ട്. ഉദാഹരണത്തിന് പാട, അതുപോലെ തന്നെ നിങ്ങൾക്ക് അതുപോലെ തന്നെ പിന്നെ ടാഗ്, ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ ലഭിക്കും. നമ്മൾ ഈ പ്രസവത്തിന് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കിട്ടുന്ന സാധനമുണ്ട്, കുട്ടികൾക്ക് കൈമണ്ണ, അതുപോലെ കുറേ സാധനങ്ങൾ ലഭിക്കും. ഇതൊക്കെ എന്ത് രേഖ ലഭിച്ചാലും ഒരു സാധനം കളയാൻ പാടില്ല. പ്രത്യേകിച്ച് ഉമ്മമാർക്ക് ഭയങ്കര വിശ്വാസമാണ്. ഒന്നുണ്ടാക്കുമ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇത് ഊരക്കും, എന്നിട്ട് പിന്നെ തിരിച്ചിട്ടില്ല, എന്നിട്ട് പിന്നെ തപ്പി നടക്കും. എവിടെയാണെന്ന് വെച്ചാൽ എവിടെ കിട്ടുക നമുക്കറിയാം. ഒരു ഒന്നുണ്ടാക്കുന്നത് 10-96 വാതിലുള്ള കാബയുടെ ഏതെങ്കിലും മൂലകൾ വെക്കണം. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ സാധനം നിങ്ങൾക്ക് ഇവിടുന്ന് ഹജ്ജ് ഹൗസിൽ നിന്ന് ലഭിച്ചാൽ എപ്പോഴാ ഊരാൻ പാടുള്ളൂ? എപ്പോഴാ ഊരാ? വീട്ടിലെത്തിയ ശേഷം. തിരിച്ച് വീട്ടിലെത്തിയ ശേഷം. മദീനത്തിനല്ല, തിരിച്ച് വീട്ടിലെത്തി ഊരാൻ പാടുള്ളൂ. അതാണ് കിടക്കുക. ഇത് ഇങ്ങനെ സ്വന്തം വളയായിട്ട് സംഘടിപ്പിച്ചാൽ മതി. സ്വർണ്ണവളയിൽ സംഘടിപ്പിക്കുന്ന ഉരുളനുണ്ട്. സ്വർണ്ണവളയാണെന്ന് കരുതങ്ങൾ മനസ്സുകൊണ്ട് ഉരുള. ഇൻഷാ അല്ലാഹ് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ ബാഗേജിന്റെ കാര്യമാണ്. ബാഗേജ് എല്ലാവരും വാങ്ങിയോ? ബാഗ് വാങ്ങിയോ? ഇല്ല. വാങ്ങാത്തൊരു എന്ത് ചെയ്യാം, നല്ല അതിന് പറ്റിയ ബാഗ്, അച്ഛനെ പോകുന്ന ബാഗിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. 2 ബാഗേജ് വാങ്ങാം. എന്നിട്ട് നല്ലത് എന്താന്ന് വെച്ചാൽ ഒരു ബാഗേജ് വലുത് വാങ്ങിയിട്ട്, അതാ ഏത് ബാഗ് വാങ്ങണമെങ്കിൽ 20 കിലോ ആണ് ഒരു ബാഗിൽ മാക്സിമം പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ ചോദിക്കാം, ആകെ 22 കിലോനെ കൊണ്ടുപോകുള്ളൂ. അപ്പൊ എന്താ ഒരു ബാഗ് പറ്റൂല. അത് 2 ബാഗിലേക്ക് 10 മാറ്റട്ടെ, 19 മാറ്റട്ടെ. അപ്പൊ എന്ത് തന്നെയായാലും ഒരു ബാഗിൽ 20 കിലോയിലേറെ ഒരിക്കലും അനുവദിക്കുന്നതല്ല. അപ്പൊ അങ്ങോട്ട് പോകുമ്പോൾ പരമാവധി ലഗേജുകൾ കുറച്ചാൽ തിരിച്ചു വരുമ്പോ ഈത്തപ്പയല്ലേ ഡ്യൂട്ടി കെട്ടാതെ കൊണ്ടുവരാം. പക്ഷെ മനസ്സിലായോ? പിന്നെ അതിനും പിരാകണ്ടിരും. ഈ സാധനങ്ങൾ ഒഴിവാക്കി പോരുന്ന അസ്വസ്ഥയില്ല. നമ്മൾ കൊണ്ടുപോകുന്ന പാത്രങ്ങളും സാധനങ്ങൾ ഉപയോഗിച്ച് പോകേണ്ട ഈത്തപ്പയം കൊണ്ടുപോകാൻ വേണ്ടി, അല്ലെങ്കിൽ ഈത്തപ്പയത്തിന് വേണ്ടി ഡ്യൂട്ടി കെട്ടേണ്ടി വരും. അതുപോലെ അവർക്ക് നഷ്ടമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു ബാഗിൽ പരമാവധി സാധനം ഒപ്പിച്ച് വെക്കുക. ഒരു ബാഗേജ് മടക്കിയിട്ട് ആ ബാഗിനുള്ളിൽ വെക്കുക. എന്തായി സുഖമായിട്ട് സാധനം കൊണ്ടുവരാൻ പറ്റും. ഹാൻഡ് ബാഗേജ് നിർബന്ധമാണ്. അതൊരു അഭ്യർത്ഥന. കാരണം പലപ്പോഴും നമുക്ക് ആവശ്യം വരും. മിനിയിലേക്ക് പോകുന്ന അവസരത്തിൽ ഹാൻഡ് ബാഗേജ് അത്യാവശ്യമാണ്. അപ്പൊ ഈ കൊണ്ടുപോകുന്ന സാധനത്തിൽ ലഗേജിൽ വേണ്ട സാധനം ജസ്റ്റ് സൂചിപ്പിക്കാം. ഉണ്ടാക്കിയ അറിയാം. സാധാരണ വസ്ത്രം 3-4 കൂട്ട് വേണം. സാധാരണ വസ്ത്രം. ഇഹ്റാമിന്റെ വസ്ത്രം എന്ത് ചെയ്യാം, ലഗേജിൽ വെക്കേണ്ടത് മാത്രമേ ഇപ്പൊ പറയുന്നത്. കൊണ്ടുപോകുന്നത് എന്തിനാ, 3 ഇഹ്റാമിന്റെ വസ്ത്രം 2 നിർബന്ധമായി ഉണ്ടാകുന്ന നല്ലതാണ്. കഴിയുന്നത് 3 ആയാൽ എന്തിനാന്ന് വെച്ചാൽ 1 നമ്മുടെ ഹാൻഡ് ബാഗേജിൽ ഉണ്ടാവും. മനസ്സിലായെങ്കിൽ നമ്മൾ ഇവിടുന്ന് പോവാണ്. ഈ 3 സ്ത്രീകളെ സംബന്ധിച്ചുള്ള വിഷയം പർദ്ദ പൊതുവെ ഉണ്ടാവുകൊണ്ട് 3-4 പർദ്ദ അവരെടുക്കും. പുരുഷന്മാരെ സംബന്ധിച്ചുള്ള ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ വലിയ പ്രയാസം വരില്ല. അവര് 2 കൂട്ട് നിർബന്ധമാണ്. 3 കൂട്ടം നല്ലതെന്ന് പറയാൻ കാരണം, ഒരു കൂട്ടം എന്ത് ചെയ്യും, നമ്മള് ഒന്ന് പിന്നെ എവിടെ വെച്ചിട്ടുണ്ടാവും, ലഗേജിൽ വെച്ചിട്ടുണ്ടാവും. നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ എയർപോർട്ടിലെത്തിയാൽ ലഗേജ് ഏൽപ്പിച്ച് നമ്മൾ സ്വന്തമാണ് എവിടേക്ക് പോവാം, ഹാൻഡ് ബാഗേജുമായിട്ടാണ് എയർപോർട്ടിലേക്ക് പോവാം, ഹജ്ജ് ഹൗസിലേക്ക് പോവാം. അവിടെ എത്തിയാൽ നിങ്ങൾ പിറ്റേന്ന് പോകുന്ന മുമ്പ് ഇഹ്റാമിന്റെ കുളിച്ച് വസ്ത്രമൊക്കെ ധരിക്കുന്ന അവസരത്തിൽ എന്ന് കാര്യം പറഞ്ഞല്ലോ, ഒരു കൂട്ട് നിങ്ങൾ എവിടെ ഉണ്ടാവും, ഹാൻഡ് ബാഗിൽ ഉണ്ടാവും. അപ്പോ ഇല്ല എങ്കിൽ ഒരു കൂട്ടം മാത്രമേ പോയില്ലെങ്കിൽ നിങ്ങൾ എയർപോർട്ടിൽ എത്തി മൂത്രയിക്കാൻ കഴിയും. എന്താ രസായി, എന്താ ചെയ്യാം, അത് മാറ്റിടാൻ പറ്റില്ല. അതുകൊണ്ട് 2 കൂട്ട് ഹാൻഡ് ബാഗേജിൽ പോകുമ്പോൾ തന്നെ നിങ്ങൾ വെക്കണം. മനസ്സിലായല്ലോ? ഹാൻഡ് ബാഗേജിൽ. അപ്പൊ ഒരു കൂട്ട് ലഗേജിൽ ഉണ്ടാവും ചെയ്യും. അതാണ് സൗകര്യം. അവരെ പ്രയാസം ഉണ്ടാവില്ല. കട്ടിയുള്ളതോ കട്ടിയില്ലാത്ത ഏത് വസ്ത്രമായാലും പ്രശ്നമില്ല. നിങ്ങൾ മനസ്സിന് എങ്ങനെയാണെങ്കിൽ ധൈര്യം ചെയ്യാം. പിന്നെ അത്യാവശ്യം വേണ്ട പാത്രങ്ങൾ. പാത്രങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കാൻ പോവല്ല, പാചകത്തിന് പോവല്ല. അവിടെ എല്ലാ സാധനവും കൊണ്ടുപോകാൻ വേണ്ടി ഇപ്പോഴേ സാധനം ഒരിക്കലും കൊണ്ടണ്ട. ഒരു കവറിൽ 5 പേരുണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് വീതിച്ചെടുത്താൽ മതി പാത്രങ്ങൾ. അവിടെ പോയി പാചകമേളക്ക് പോകലല്ല. നമ്മൾ ഇത് പോകുന്ന ആൾക്കാർ കണ്ടോനം പാത്രം കണ്ടു. എന്നിട്ട് ഈ സാധനം എല്ലാം കൂടി ബുദ്ധിമുട്ടി ആകെ ഒന്നും ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ ആദ്യം തന്നെ പറയുന്നത്, കവറിൽ 5 പേരുണ്ടെങ്കിൽ ഒരാള് ഒരു ചെറിയ എന്താ പറയാ ഒരു കെറ്റിലെടുക്കുക. കെറ്റിൽ വേണമെങ്കിൽ കിട്ടാം. ഇല്ലെങ്കിൽ നമ്മൾ വാൽപ്പാത്രം പറയാം. നമ്മൾ പാലൊക്കെ ചെറിയ കഞ്ഞിണ്ട്
പെട്ടെന്ന് ചൂടാക്കാൻ വേണ്ടി വെക്കുന്നത്. അതുപോലെ ചെറിയൊരു കുക്കർ, ചെറിയ കുക്കർ 1 കിലോന്റെ 2 കിലോ വേണ്ടിയല്ല, ഒരു 2-1.5 കിലോണ്ടൊക്കെ കിട്ടും. 2 കിലോന്റെ താഴെ ഒരു കുക്കർ വാങ്ങും. പിന്നെ 2-3 പാത്രങ്ങൾ, സ്റ്റീലിന്റെ പാത്രം ആവാൻ ശ്രദ്ധിക്കുക. പൊട്ടുന്ന ഒരിക്കലും കൊണ്ടുപോകരുത് നിങ്ങൾ. സ്റ്റീലിന്റെ പാത്രമായ നല്ല വൃത്തിയായിരിക്കും, പെട്ടെന്ന് കഴുകാനും പറ്റും. 2 സ്പൂണ്, അതുപോലെ തന്നെ കയ്യില് ഗ്ലാസ്, അതൊക്കെ സ്റ്റീലിന്റെ ആവണം നല്ലത്. സ്റ്റീലിന്റെ പൊട്ടിയ പ്രയാസം, ലഗേജ് വലിച്ചെറിയുന്നത് പലപ്പോഴും ഇവരൊക്കെ ശ്രദ്ധിക്കൂല. അപ്പൊ ഈ ലഗേജ് കൊണ്ടുപോകും. പിന്നെ അതിൽ വേണ്ട എന്തായിരിക്കും നിങ്ങൾക്ക് ചെറിയൊരു പിന്നെ ഈ ഗ്യാസിൽ വെക്കാൻ പറ്റിയ ടൈപ്പ് ഉടുക്ക, പിന്നെ കലപ്പോച്ചുണ്ടാവും, കഞ്ഞൊക്കെ വെക്കാൻ പറ്റിയ ചെറിയ ടൈപ്പ്. ഇങ്ങനെ ഏതാനും സാധനങ്ങൾ മാത്രമേ എന്തുള്ളൂ ആവശ്യം. പിന്നെ അരി അല്ല കൂടി കൊണ്ടുപോകാൻ നിൽക്കണ്ട. കുറെ സാധനങ്ങൾ നമുക്ക് എന്ത് ചെയ്യും, പുറത്തിറങ്ങിയാൽ കേരളക്കാരായ നിരവധി ഹോട്ടലുകളും കേറ്ററിംഗും ഒക്കെ ഉണ്ടാവും. ഭക്ഷണം ലഭിക്കാൻ സംവിധാനം ഉണ്ട്. അപ്പൊ നമ്മളെ ഭക്ഷണം വേണം ഉണ്ടാക്കും, അപ്പൊ അതിന് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ എപ്പോഴും ഭക്ഷണത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങിയാലോ നമ്മൾ ഇവാദത്തിന് സമയം കിട്ടൂല. അപ്പൊ കഴിയുന്നതും നിങ്ങൾ ഭക്ഷണം പുറത്ത് കഴിക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ ചെയ്താലും നിങ്ങളെ കൈ ഞാൻ മുമ്പ് പറഞ്ഞത് 2000 റിയാൽ കൈ കരുതാൻ നിൽക്കുക. 6 റിയാൽ മതി, 4 ബാക്കി മതി, അത്ര മതി. അപ്പൊ അത്യാവശ്യമാണ്. മദീനയിലെത്തുമ്പോൾ എന്തായാലും ഭക്ഷണം പാകം ചെയ്യുന്ന ഒരു ഓപ്ഷനും ഇല്ല. അവിടെ ഭക്ഷണം പാകം ചെയ്യാൻ പറ്റില്ല. അവിടെ എന്തായാലും പുറത്ത് ഭക്ഷണം പാകം വേണം. അപ്പൊ ഇങ്ങനെ അത്യാവശ്യ സാധനങ്ങൾ മാത്രം കരുതുക. നമ്മള് പൊടിയേരി, പൊടിയേരുമല്ലേ, പൊടിയേരി എന്താ പറയുക, പൊടിയേരിന് അല്ലേ, ഓരോരുത്തർക്ക് ഓരോന്നാ പറയുന്നത്. നമ്മൾ ഒറിജിനൽ മലപ്പുറത്ത് തരണം. അപ്പൊ നമ്മള് പൊടിയേരി തരുന്നത് പോലെ അതും പറയില്ല, ഒന്നും പറയും. നമ്മൾ വലിയ മാറ്റുന്ന ഭാഷക്ക് വലിയ മാറ്റം ഉണ്ടാവും, ചെറിയ മാറ്റം ഉണ്ടാവും. മലപ്പുറം ഒറിജിനൽ മലപ്പുറമാണ്, കോടൂരുകാരൻ, കുമ്പളങ്ങ കോടൂരുകാരാണ്. അപ്പൊ കുറച്ച് മലയാളം, നല്ല മലയാളം മലപ്പുറം അത് വരും അതിൽ, എന്റെ ഭാഷയിൽ. അത് നോക്കണ്ട. അപ്പൊ ഏതായാലും പിന്നെ പൊടിയേരി, പിന്നെ കുറച്ച് നമ്മളെ എന്ത് ചെയ്യാം, സാധാ അരി കുറച്ച് വെക്കാം, അധികം വെക്കേണ്ട ആവശ്യമില്ല. അത്ര സമയം വെന്ത് കിട്ടാൻ കുറെ സമയം പിടിക്കും എന്നതാണ്. കുറച്ച് നല്ല വേവുള്ള ടൈപ്പ് അരിയാണ് വാങ്ങാൻ നല്ലത്. വേവുള്ള വേവ് കുറഞ്ഞ പെട്ടെന്ന് വേവുന്ന അരിയാണ് വാങ്ങാൻ നല്ലത്. ഈ മസാല ഐറ്റംസ്, പൊടി ഐറ്റംസ് പരമാവധി കൊണ്ടുപോകാതിരിക്കലാണ് നല്ലത്. ഇവര് പലപ്പോഴും വലിച്ചെറിയാൻ സാധ്യത പൊടികളൊക്കെ കാണുമ്പോൾ, പ്രത്യേകിച്ചും നമ്മുടെ ഈ കൂപ്പൊടി പലപ്പോഴും പ്രശ്നമാവും. ഈ കൂപ്പൊടി വെള്ള സാധനം അവരിത് അധികം വലിച്ചെറിയുക പോലെ കഴിയുന്ന കൂപ്പൊടി കൊണ്ട് അവിടെ വാങ്ങാം. ഈ സൂപ്പർ മാർക്കറ്റ് വാങ്ങാൻ കിട്ടും, ചെറിയ സംഖ്യക്ക് കിട്ടും, വേണമെങ്കിൽ. പിന്നെ പലരും ചോദിക്കുന്ന എണ്ണ ഐറ്റംസ് ഒരു ലിക്വിഡ് ഐറ്റംസ് കൊണ്ടുപോകുന്നത് നിയമമാണ് ശരി. ഇനി നമ്മൾ തലയിൽ ഉപയോഗിക്കുന്ന കുറച്ച് എണ്ണ അത്യാവശ്യമാണ് അല്ലെ, നമ്മൾ നീരർത്ത എണ്ണ അത്യാവശ്യം കരുതുകയാണെങ്കിൽ അത് കൊണ്ടാകാൻ ഞാൻ പറഞ്ഞപ്പോൾ നമ്മൾ കേട്ടിട്ട് അത് കരുതാൻ പറ്റും. ഈ പറയുമ്പോൾ അതിന് മാർഗം എന്താണ്, ഈ എണ്ണ ഒരു പ്ലാസ്റ്റിക്കിന്റെ കുപ്പിയിൽ നല്ല വെള്ളം ലക്ഷ്യം ചുറ്റി ഒരു നിലക്കും പോകാത്ത രീതിയിൽ ആക്കിയിട്ട് കുക്കറിന്റെ ഉള്ളിൽ വെക്കുക. ഒരു തുണിയോ മറ്റോ വെച്ച് നമുക്ക് ഒരിക്കലും ലീക്കായി പോകില്ല. മനസ്സിലായാലും അങ്ങനെ ചെയ്യാം. അത് കൊണ്ടുപോകാനുള്ള അനുമതിയിട്ടല്ല, നീ അത്ര കൊണ്ടാകാൻ മുട്ടുന്ന ആൾക്കാർക്ക് അത്രേ ഉള്ളൂ, ഓർക്ക് അനിവാര്യമാണെങ്കിൽ. പിന്നെ അത്യാവശ്യമുള്ള സാധനങ്ങൾ ഇത് പറയുന്നത് അറിയാം, പിന്നെ സാധനങ്ങളൊക്കെ അവിടെ വാങ്ങാൻ കിട്ടും. നമുക്ക് പൊതുവേ സ്വഭാവമുണ്ട്, എന്താ നമ്മൾ ഇവിടുന്ന് പോയാലേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എന്താ അറിയാം, പക്ഷേ റിയാലെ ഇൻറ്റു 1 റിയാലെ ഇൻറ്റു 22 23 ആവും. അപ്പൊ പൈസ എല്ലാം കൂടിക്കണം. അപ്പൊ നമ്മൾ ദൈവം റിയാൽ 23 റുപ്യ മേമാക്കാന്റെ ഓട്ടത്തിൽ ചായ അടിച്ചാൽ 10 റുപ്യ ആവുള്ളൂ, ഇവിടെ ഇരുന്ന് കൊടുക്കാൻ കഴിയില്ല. പിന്നെ നമ്മൾ സാധനം വാങ്ങാൻ പോയിട്ട് ഇല്ല. അപ്പൊ ഇവിടുന്ന് പ്ലേറ്റ് കയറുമ്പോ റിയാൽ മറന്നേക്കാം, റുപ്യ മറന്നേക്കാം. ഇവിടുന്ന് പ്ലേറ്റ് കയറുമ്പോ എയർപോർട്ടിൽ എത്തിയോട് കൂടി ചെയ്യും, ഇനി മുതൽ നമ്മളെ കയ്യിലുള്ള കാശ് റിയാലാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കണം എന്നറിയാം, ഒരു റുപ്യക്ക് ചായക്ക് സംഭവം നമ്മുടെ മനസ്സിൽ അങ്ങനെ തിരിച്ചിന്തിക്കണം. ആലോചിക്കട്ടെ, വേണ്ട നമ്മളൊക്കെ ഈ ബസ് തരുമ്പോൾ ഒരു മനഃശാസ്ത്രമാണ് മനുഷ്യന്റെ. നമ്മൾ കൂടുതൽ വണ്ടൂരിന് പിന്നെ മഞ്ചേരിക്ക് ബസ് കാത്തിക്കണം, നേരം കാത്തുന്ന ഒരു ബസ് പോയി. അപ്പൊ നമ്മൾ ആലോചിക്കും, നമ്മൾ പൈസ കൊടുത്ത ബസ് കയറി തിരക്കുള്ള ബസ് കയറി എന്നെ കൊണ്ടാവില്ല, നമുക്ക് 2 ബസ് പോയി. അപ്പോഴും നമ്മൾ അടുത്ത ബസ് കയറി പൈസ കയറില്ല, തിരക്കാൻ കഴിയില്ല. 4 ബസ്സൊക്കെ പോയി അരമണിക്കൂർ കാത്തുന്ന ഊരക്ക് വേണം. അപ്പൊ അടുത്ത ബസ് വരും, 5ാമത്തെ ബസ്സിന് നേരത്തിനെക്കാട്ടി തിരക്കേക്കാണ്. അപ്പൊ അവിടെ മനസ്സം മാറും. എന്താ എന്തിക്കുക, അന്ത കേരിയ എന്താ ചോരത്തറപ്പിച്ചെന്ന് എന്തിക്കുക, എന്നാൽ കേരിയാൽ ചോരത്തറപ്പിൽ എനിക്ക് എന്നാ കേരിയ പിടിച്ച് നിന്നൂടെ എന്തിക്കുക. അപ്പൊ നമുക്ക് ആദ്യം ചിന്തിച്ചാൽ പോരുന്നത് ഇല്ല. മനുഷ്യന്റെ മനസ്സ് അങ്ങനെയാണ്, പഠിച്ചോ ചിന്തിച്ച മനുഷ്യൻ അങ്ങനെയാണ്. അപ്പൊ എന്താ മാതിരി നമ്മളെപ്പോഴും നമ്മൾ പോസിറ്റീവായി ചിന്തിക്കുക. എല്ലാത്തിനും ഒരു അവസരം ലഭിച്ചാൽ, പ്രത്യേകിച്ച് ഉമ്മമാരോട് പറയേണ്ടത്, പ്ലേറ്റിൽ നിന്ന് വല്ല ഭക്ഷണങ്ങളും കിട്ടുകയാണെങ്കിൽ, എന്ത് കിട്ടുകയാണെങ്കിലും അത് പാത്തരുത്. ഉമ്മമാർക്ക് പൊതുവേ അമ്മമാർക്ക് നമ്മൾ ഭയങ്കര സ്നേഹമാണ്. എന്താ സ്നേഹം ചെയ്യുന്നത്, എന്താ സ്നേഹം ഉണ്ടാവുക, ഓരെന്ത് കിട്ടിയാലും നമുക്ക് പാത്തെടുക്കും.
സ്നേഹം കുട്ടികളോട് ഓര് നമ്മളെ കുട്ടികളില്ലാത്ത സ്ഥലത്ത് ഉമ്മാരും പണിയിൽ പപ്സ് കിട്ടിയ അവർ തിന്നോ നമ്മൾ പൊതുവെ ഒരു തിരിച്ചു വേണം ബാഗിലാ സാധനം എന്നിട്ട് അത് മുറിച്ച് എല്ലാവർക്കും കഷ്ടം കൊടുക്കും. കുട്ടികളില്ലാത്ത സ്കൂളുകളുടെ പരിപാടിക്ക് പോയാൽ അപ്പോൾ ഓരോ മനസ്സെന്താ സ്നേഹം എടുത്ത് മാറാവട്ടെ അല്ലെ? സ്നേഹം വേണം. ഉമ്മാരുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ മാതൃസ്നേഹം ഭയങ്കര സംഭവം. അപ്പൊ അവിടുന്ന് കിട്ടിയാൽ കുട്ടിയെ കൊടുക്കാൻ പറ്റൂല. അതിന് 45 ദിവസം കഴിഞ്ഞ തിരിച്ചില്ല. അതുകൊണ്ട് എന്ത് കിട്ടിയാൽ അപ്പം തിന്നുക. ചിലപ്പോ മിനിയിലൊക്കെ അല്ലെങ്കിൽ നമ്മളെ അറഫിലൊക്കെ നിൽക്കുന്ന അവസരത്തില് ഭക്ഷണത്തിൽ തിരക്കൂട്ടി നമ്മൾ പോകരുത്. ഈ ഫീസബിയിൽ ഭക്ഷണങ്ങൾ കുറേ വരും, വലിയ കണ്ടെയ്നറൊക്കെ. നമ്മൾ ആരും കൂടി അങ്ങോട്ട് പോയി കച്ചറ വിടാൻ നിൽക്കരുത്. അതിന് പോയൊക്കെ ഇങ്ങനെ വരുന്നതാണ്. അപ്പൊ നമ്മൾ വയലിൽ നിന്ന് കിട്ടി ആരും തരികയാണെങ്കിൽ വിശ്വസ്ത രീതിയിൽ വാങ്ങി കഴിക്കേണ്ട ഒരു പ്രശ്നമില്ല. നല്ല ഭക്ഷണ അറബികൾ അങ്ങനെ ഇഷ്ടംപോലെ ലക്ഷക്കണക്കിന് റിയാലിന്റെ ഭക്ഷണങ്ങൾ ഈ അഞ്ചിന്റെ അവസരത്തിൽ അവർ വിതരണം ചെയ്യും. ഭക്ഷണങ്ങളും മറ്റൊക്കെ അപ്പൊ അവസരം നമ്മൾ കിട്ടുന്ന ഭക്ഷണം ചെയ്യാം. അപ്പം കിട്ടിയാൽ ആ സമയത്ത് കഴിക്കാം. ബാഗിൽ ഒരിക്കലും സൂക്ഷിച്ച് വെക്കാൻ പാടില്ല. അത് അനിവാര്യം. കാരണം ആ സമയത്ത് കിട്ടിയപ്പോ നമ്മളെ കയ്യിൽ നേരത്തെ കൂടെ സൂചിച്ചിട്ടുണ്ടാവും പോകുന്ന അവസരത്തിൽ ഭക്ഷണ സാധനത്തൊക്കെ കരുതണം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾക്ക് പുറമെ ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ ഷുഗറുള്ള ആളുകളാണെങ്കിൽ അവർക്ക് പറ്റിയ പഞ്ചസാര ഇല്ലാത്ത ഡ്രൈ ഫ്രൂട്ട്സുകൾ കിട്ടുമല്ലോ. അപ്പൊ ബദാം കിട്ടും അല്ലെ? അണ്ടിപ്പരിപ്പ് കുറച്ച് കരുതാം. പിന്നെ എന്തായാലും അവർക്ക് തന്നെ ചീത്തപ്പഴം കരുതാം. ഇത്തരം കുറച്ച് സാധനങ്ങൾ അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സിൽ പെട്ട മറ്റു ഐറ്റംസ് പോയിട്ട് പറ്റിയെങ്കിൽ അത് അധികം മധുരം ചേട്ടാ നന്നത്. എന്നിട്ട് അവർക്ക് എപ്പോ പറ്റും ഇവിടുന്ന് പോകുന്ന അവസരത്തിൽ എയർപോർട്ടിലെത്തി ഫ്ലൈറ്റിൽ ചിലപ്പോൾ ഭക്ഷണം കിട്ടിയില്ല എന്നില്ല, കുറച്ച് അവിടെ കഴിക്കാം. അതിന് മറ്റു 5 മണിക്കൂർ യാത്ര ഉണ്ടല്ലോ. എയർപോർട്ടിൽ എത്തിയാൽ 4 മണിക്കൂർ അവിടെ ഇരിക്കേണ്ടി വരും. ഇപ്പൊ ഭക്ഷണം ഒന്നും കയ്യിലുണ്ടാവില്ല. കാരണം എയർപോർട്ടിൽ ചായ കുടിക്കുക പറഞ്ഞാലേ ഒരു നിലക്കും സംഭവിക്കാത്ത ഒരു അവസ്ഥ. കാരണം 500 റുപ്യ ഒരു പഴംപൊരിക്കും ചായക്കും കൂടി എയർപോർട്ടിൽ കുടിക്കുമ്പോൾ ചിലപ്പോൾ 300 റുപ്യ 400 റുപ്യ 20 റുപ്യയുടെ സംഭവം അത്. അപ്പൊ നമ്മൾ ചിന്തിക്കുക. അപ്പൊ നമ്മൾ വിഷമിക്കുക. അപ്പൊ അത് കഴിക്കില്ല, കയ്യിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കുക. കുറച്ചധികം കൊണ്ട് പോകുമ്പോൾ തന്നെ വാങ്ങിക്കോളി. അപ്പൊ നിങ്ങൾ ഇന്ത്യക്ക് മക്കൾക്ക് അങ്ങോട്ട് കൊണ്ടുവരുന്ന മോനെ പിന്നെ അങ്ങോട്ട് കൊണ്ടുവരുന്നതായിരിക്കും. ഒരു റിയാലിന്റെ ചായ കുടിക്കാത്ത എങ്ങനെ അവിടെ ഡ്രൈ ഫ്രൂട്ട്സ് വാങ്ങൂല എനിക്കറിയാം. അപ്പൊ കൊണ്ട് ഇവിടുന്ന് അങ്ങനെ കൊണ്ടുപോയി സാധനങ്ങൾ എന്നാല് ധൈര്യമായിട്ട് തിന്നാം. മിനയിൽ നിന്ന് അവിടെ നിൽക്കുമ്പോൾ ഭക്ഷണത്തിൽ വിഷമം. അറഫയിൽ നമ്മൾ ഭക്ഷണത്തിന് വേണ്ടി ഓടല്ല വേണം. അറഫയിൽ ആ ഒരു ദിവസം നിങ്ങൾ ഫുള്ള് പ്രഭാതം മുതൽ പ്രദോഷം വരെ അറഫയിൽ അങ്ങനെ ഇരിക്കണം. ഇബാദത്തിൽ മാത്രം കഴിഞ്ഞു കൂടണം. ആ ഇബാദത്തിൽ കഴിഞ്ഞു കൂടുന്ന അവസരത്തിൽ വല്ല വിഷമം വന്നു ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കുക, വെള്ളം കുടിക്കുക. വിഷമം മാറും, കുറച്ച് കഴിച്ചാൽ തന്നെ വിഷമം മാറും. അതാണ് വേണ്ട. ഭക്ഷണത്തിന് വേണ്ടി ഓടാൻ നിൽക്കരുത്. ഇങ്ങനത്തെ അവസരത്തിൽ ഉപയോഗിക്കാനാണ് ഡ്രൈ ഫ്രൂട്ട്സിന്റെ കാര്യം പറഞ്ഞത്. അതോടൊപ്പം തന്നെ കത്തി, ചെറിയ കത്തി, എന്തെങ്കിലും ഫ്രൂട്ട്സോ മറ്റോ വാങ്ങാൻ കിട്ടും. പല ഫ്രൂട്ട്സ് ഇഷ്ടംപോലെ ലോകത്ത് എല്ലാ ഫ്രൂട്ട്സും കിട്ടും അവിടെയൊക്കെ വാങ്ങും. ബ്ലേഡ്, കത്രിക, നമ്മുടെ നഖപ്പെട്ടി, കട്ടർ ഒന്ന് ഉപയോഗിക്കാം. അതൊക്കെ എവിടെ വെക്കണം? ലഗേജിലാ വെക്കേണ്ടത്, ശ്രദ്ധിക്കട്ടോ. ഹാൻഡ് ബാഗിൽ വെക്കാൻ പാടില്ല. ക്ലിപ്പ്, റൂമിൽ വസ്ത്രം ഒന്ന് അലക്കിടണമെങ്കിൽ ക്ലിപ്പ്, പ്ലാസ്റ്റിക്കിന്റെ ക്ലിപ്പ് കുറച്ച് വാങ്ങാം. കയർ, അയല് കെട്ടാൻ വേണമെങ്കിൽ ചെറിയ കയർ വാങ്ങാം. ബെഡ്ഷീറ്റ് അവിടെ കിട്ടാന്നാലും അത് നമ്മൾ കരുതി വെക്കാം. ചെറിയൊരു കുട, മുമ്പ് കുട കൊടുത്തിട്ട് സർക്കാർ പോകാൻ കൊടുത്ത് കാണില്ല. അപ്പൊ ഒരു കുട കരുതാം. നല്ല വെയിലാണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും, അത് ശ്രദ്ധിക്കാം. പിന്നെ ORS ലായനി, ORSന്റെ പൊടി അറിയാലോ. സാധാരണ നമ്മൾ കുടിക്കാൻ ഓർമ്മയാണ്. ആരും കുടിക്കാറുണ്ട്? കുട്ടിയെ നമ്മൾ കൊടുക്കാറുണ്ട് അല്ലെ? വയറിളക്കം ഉണ്ടാവും, ഡിസെന്റ് ഉണ്ടാവും, ഡയറി ഉണ്ടാവും, നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ തിരിച്ച് നമ്മൾ കുടിക്കേണ്ടി വരികയാണ്. നല്ല ഈ പ്രത്യേകിച്ച് അവിടെ അവസരത്തിൽ വളരെ ചൂടുള്ള അവസരത്തില് ശരീരത്തിന് നല്ലൊരു ജലാംശം ഉണ്ടാവാൻ നല്ല സാധനമാണ് ഈ ORS ലായനി. ORS ലായനി ഉപയോഗിക്കുമ്പോൾ ഒരു 10, 25, 20 പാക്ക് കഴിക്കുമ്പോൾ ഒരാൾ കരുതണം. ചെറിയ ഒന്നിച്ച് പാക്ക് കിട്ടും. ഒരു 10 ഭാഗത്തേക്കുള്ള മാല പോലെ കിട്ടും. പുളിച്ചാറിന്റെ പാക്ക് വാങ്ങണ മാതിരി കിട്ടും. അത് ഒരു പാക്ക് എടുത്താൽ ആ പാക്ക് ഒരു തവണ മാത്രം യൂസ് ചെയ്യാം. നമ്മളെല്ലാം പാത്രക്കുന്ന സ്വഭാവം നമുക്കുള്ളത്. പാത്രക്കെടുക്കും ഒരു പാക്ക് എടുത്താൽ ആ പാക്ക് ഒരു ഗ്ലാസ് വെള്ളത്തിന് ഉപയോഗിക്കുന്ന രീതിയിലാണ് ഇപ്പൊ പൊതുവെ പോയാൽ വരാറുള്ളത്. ചെറിയ പാക്ക്, ഒരു ഗ്ലാസ്, ഒരു സാധാരണ ഗ്ലാസ്. അപ്പൊ നിങ്ങൾ അത് ഉപയോഗിക്കുക. രണ്ടും പൊടി ബാക്കി വെക്കാനും പാടില്ല, വെള്ളം ബാക്കി വെക്കാനും പാടില്ല. രണ്ടും മനസ്സിലായല്ലോ. ഈ കാര്യമാണ് അതിൽ പ്രധാനമായും സൂചിപ്പിക്കേണ്ടത്. വ്യത്യസ്ത ഫ്ലേവറുകളിൽ, വ്യത്യസ്ത രുചികളിൽ ORS വാങ്ങാൻ കിട്ടും. നിങ്ങൾ പറ്റിയ രണ്ടും പോയി നോക്കിയിട്ട് ചെറുനാരങ്ങ മറ്റു പല ഫ്ലേവറൊക്കെ ഉണ്ട്, അത് നോക്കിയിട്ട് നിങ്ങൾക്ക് വാങ്ങാം. 10, 20 എണ്ണം കൈ നല്ലതാണ്. ചൂട് വരുമ്പോൾ നിങ്ങൾ കുടിക്കാൻ സൗകര്യം. പിന്നെ മറ്റൊന്ന് മരുന്നാണ്. മരുന്നെന്ന് പറയുമ്പോൾ ഒരു 45 ദിവസം വരെ. നിങ്ങളെ ഏതാണ് നിങ്ങൾ ഷെഡ്യൂൾ കണ്ടറിയാലോ? ഷെഡ്യൂൾ വന്നില്ലേ? ഷെഡ്യൂൾ വരാത്തവരുണ്ടോ? ഷെഡ്യൂൾ വരാത്തവരുണ്ടോ? യാത്രാ ഷെഡ്യൂൾ
ഷെഡ്യൂൾ. ഈ ഷെഡ്യൂൾ നോക്കുമ്പോൾ അറിയാം എത്ര യാത്ര ഉണ്ട്, അതിനനുസരിച്ച് മരുന്നെടുക്കുക. ശരാശരി ഒരു 45 ദിവസം വരെയുള്ള മരുന്ന് എടുത്തിട്ട് 3 ഭാഗിക്കുക. 3 ഭാഗിച്ച് ഹാൻഡ് ബാഗേജിൽ 2 ബാഗിലും ഓരോ കെട്ട് വെക്കുക. അതിന്റെയൊക്കെ കൂടെ എന്തൊക്കെ വെക്കണം? അതിന്റെ കൂടെ ഡോക്ടറുടെ കുറിപ്പടി വെക്കണം. കോപ്പി എടുക്കുക, ഫോട്ടോഷാ കോപ്പി എടുത്തിട്ട് 3 കൂടെ വെക്കുക. മരുന്നിന്റെ ബില്ല്, മെഡിക്കൽ ഷോപ്പിൽ വാങ്ങുന്ന ബില്ലും കോപ്പി എടുത്തിട്ട് 3 കൂടെ വെക്കുക. എന്നാ പിന്നെ സംശയമില്ല, ഏത് ഉദ്യോഗസ്ഥൻ പരിശോധിക്കുമ്പോഴും ഇത് കാണിച്ചു കൊടുത്താൽ അവർ വിടും. പിന്നെ മറ്റൊരു കാര്യമാണ് ആരോഗ്യ പ്രശ്നമുള്ള ആളുകൾ. ഇവിടെ ഡയാലിസിസ് ചെയ്യുന്നവരുണ്ടോ? ഇവിടെ ഒരു സ്ഥലത്ത് പോയപ്പോൾ ഡയാലിസിസ് ചെയ്യുന്ന ഒരാൾക്ക് ആദ്യം അവിടെ സംവിധാനങ്ങളൊക്കെ ഉണ്ട്, ആദ്യമൊക്കെ സംവിധാനങ്ങളുണ്ട്. ഈ മൂത്രത്തിന്റെ പ്രശ്നമുള്ള ആളുകൾ, അതുപോലെ തന്നെ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ബൈപ്പാസ് കഴിഞ്ഞ ആളുകൾ, അങ്ങനെ ഉണ്ടോ? ബൈപ്പാസ് കഴിഞ്ഞവരുണ്ടോ? ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞവരുണ്ടോ? ഇഷ്ടം പോലെ ഉണ്ട്. സ്റ്റാറ്റസായി മാറി. ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ് വെച്ചാൽ മുമ്പൊക്കെ ഷുഗർ ഉണ്ട് വെച്ചാൽ നമ്മൾ ഭയങ്കര ഷുഗർ എന്താ പറയുക, ഷുഗർ ഉണ്ട് അങ്ങനെ ആവേശമായി മാറി. എന്നാൽ ആൻജിയോപ്ലാസ്റ്റി ഒന്ന് കഴിഞ്ഞു ഉണ്ട് ഒരു ആവേശമായി മാറിപ്പോ. പക്ഷെ അത്ര പ്രയാസമാണ് രക്ഷപ്പെടുത്തുമാറാവട്ടെ അല്ലെ. അസുഖമായി കഴിഞ്ഞാൽ പക്ഷം പിന്നെ തിരിച്ച് ആരോഗ്യം കിട്ടുന്നത് വലിയ പ്രയാസമാണ്. അപ്പൊ എല്ലാ പ്രയാസങ്ങളും ഏറ്റവും കൂടി മാറണം. നമ്മളത് എറിയുമ്പോഴല്ല, ഏറിലൊക്കെ അവിടെ ഒഴിവാക്കി പോലും ഒരു അസുഖം നമുക്ക് വേണ്ട എന്നുള്ളത് ഭക്ഷണം ദുആ ചെയ്ത് തിരിച്ച് നമുക്ക് ആരോഗ്യമായി തിരിച്ചു പോകാം. അള്ളാഹു ഉപയോഗിക്കുമാറാവട്ടെ. അപ്പൊ നമ്മൾ അവിടെ മരുന്നിന്റെ കാര്യം പറഞ്ഞു. ഈ മരുന്ന് കഴിക്കുന്ന രോഗികൾ നിർബന്ധമായിട്ടും ഡോക്ടറെ കണ്ട്, നിങ്ങളെ ഒരു കുടുംബ ഡോക്ടർ ഉണ്ടാവുമല്ലോ, നിങ്ങൾ സ്ഥിരം പോകുന്ന പേഴ്സൺ ഡോക്ടർ ഇല്ലേ, ആ ഡോക്ടറെ അടുത്ത് പോയിട്ട് ഞാൻ അച്ഛന് പോകുന്നു, ഞാൻ എന്തൊക്കെ ചെയ്യണമെന്ന് കൃത്യമായിട്ടൊരു ഡാറ്റ വാങ്ങണം. നിങ്ങളെ മെഡിക്കൽ ഹിസ്റ്ററി അദ്ദേഹത്തിന് ലെറ്റർ ഇട്ട് ഇപ്പൊ മുഹമ്മദ് പിന്നെ 50 വയസ്സ് 55 വയസ്സ് ഇദ്ദേഹം ഇംഗ്ലീഷ് തന്നെ എഴുതാൻ മലയാളത്തിൽ എഴുതി പോലെ സാധാരണ കുറിപ്പടിക്ക് അതുപോലെ എഴുതിയാൽ പണ്ട് വൈദ്യുതി മരുന്ന് എഴുതുന്ന പോലെ എഴുതിയാൽ ഒരിക്കലും വായിക്കാൻ പറ്റില്ല. അങ്ങനെ എഴുതരുത്. സാധാരണ ഇതുപോലെ എഴുതാൻ പറയുന്നത് കൃത്യമായി നല്ല ഇംഗ്ലീഷ് തന്നെ എഴുതി അവർ ആർക്കും വായിക്കാൻ പറ്റിയ ഇംഗ്ലീഷ് കുറിപ്പിൽ എഴുതാം. എന്നിട്ട് അതിൽ എഴുതിയിട്ട് ഇപ്പോൾ മുഹമ്മദ് അദ്ദേഹം ഹാർട്ട് പേഷ്യന്റ് ആണ്, അദ്ദേഹത്തിന് ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടാവാറുണ്ട്, ഇന്ന മരുന്ന് കഴിക്കാറുണ്ട്, അദ്ദേഹത്തിന് പിന്നെ ഇന്ന മരുന്നുകൾ കഴിക്കാൻ പാടില്ല, അങ്ങനത്തെ ഉണ്ടാവുമല്ലോ. അതിന് ബ്ലഡ് കോട്ടാകുന്ന മരുന്നൊന്നും കഴിക്കാൻ പറ്റുന്ന ഹാർട്ട് പേഷ്യന്റ്, കാരണം ബ്ലഡ് കോട്ടാകാതിരിക്കാൻ വരുന്ന എപ്പോഴും കഴിക്കുന്ന ആളുകൾക്ക് ബ്ലഡ് കോട്ടാകാതിരുന്ന പ്രശ്നങ്ങളുണ്ടാവും. അപ്പൊ ഏതൊക്കെ മരുന്ന് കഴിക്കും, എന്തൊക്കെ കാര്യത്തിന് പാടില്ല, അതിന് ഇതിന്റെ പ്രഷർ എത്തും. എന്നിട്ട് എപ്പോഴും യാത്രയിലും എല്ലാ സമയത്തും ഹാൻഡ് ബാഗേജ് കൊണ്ടുപോകും, ഞാൻ ചെറിയ ബാഗ് കൊണ്ടുപോകുന്നുള്ള അതിൽ വെക്കണം ഒരു കുപ്പി. എന്തിനാണ്? നിങ്ങൾ ഒറ്റപ്പെട്ടൊന്ന് വീണുപോയി, ഈ അവസരത്തിൽ ഹോസ്പിറ്റലൈസ് ചെയ്യുന്ന അവസരത്തിൽ അവിടെ ഉണ്ടാകുന്ന ആരായിരിക്കും? മിസ്ത്രികളായിരിക്കും, ഒരു പക്ഷേ ലബനാനികളായിരിക്കും, ഡോക്ടർമാർ, അറബികളായിരിക്കും, ഒന്നും അറിയില്ല, മലയാളികൾ കിട്ടാൻ പ്രയാസം എന്തൊരു സമയത്ത്. അപ്പോ നിങ്ങളെ നോക്കുന്ന ഡോക്ടർക്ക് നിങ്ങളുടെ ആരോഗ്യസ്ഥിതി അറിഞ്ഞ് മരുന്ന് നിർദ്ദേശിക്കാൻ പറ്റിയ മാർഗമാണ് ഞാൻ പറയുന്നത്. അതിന് ഹിസ്റ്ററി വേണം. പിന്നെ ഹാൻഡ് ബാഗേജ് പറഞ്ഞു. ഹാൻഡ് ബാഗേജ് എന്തൊക്കെ വെക്കണം? നേരത്തെ പറഞ്ഞ പോലെ 2 ഇറാമിന്റെ വസ്ത്രം ഞാൻ പറഞ്ഞു അല്ലെ, പോകുന്ന അവസരത്തിൽ സാധാരണ ഒരു കൂട്ടി വസ്ത്രമെങ്കിലും എക്സ്ട്രാ ഒന്നുകൂടി കരുതുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ഒരു ലുങ്കി തുണിയെങ്കിലും എക്സ്ട്രാ അതിൽ കരുതും. നമ്മൾ ഇട്ട വസ്ത്രത്തിന് പുറമെ ഉണ്ടാവും, നല്ല ഒന്ന് നേഴ്സായി മാറ്റി വെക്കണമെങ്കിൽ ഉപയോഗിക്കാം. തോർത്ത്, ബ്രഷ്, പേസ്റ്റ് ഒക്കെ വെക്കാം. ഹെൽത്ത് കാർഡ് നിങ്ങൾക്ക് ഇനി ഈ ഹെൽത്ത് കാർഡ് ഇപ്പോൾ ലഭിക്കും. ഈ ഹെൽത്ത് കാർഡ് കിട്ടും. ഈ ഹെൽത്ത് കാർഡിൽ കൃത്യമായ ഡാറ്റകൾ ഉണ്ട്. നിങ്ങളുടെ എല്ലാ വിവരം ഫുൾ ടൈം നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കേണ്ട സാധനമാണ് ഇത്. ഇത് നിങ്ങൾക്ക് വാക്സിനേഷൻ നടക്കുമല്ലോ, നിങ്ങൾക്ക് ഇപ്പൊ കൊടുക്കുമല്ലോ അല്ലെ, കൊടുപ്പത് ഇത് നിങ്ങൾ എന്ത് വരണം? വാക്സിനേഷൻ എന്താ നിങ്ങൾ പറയും. ആ അറിയിപ്പുള്ള അവസരത്തിൽ പുസ്തകം വരണം. അതിന്റെ മുമ്പ് തന്നെ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഡോക്ടറെ കണ്ടിന്റെ ഫസ്റ്റ് പേജിൽ എന്തൊക്കെയുണ്ട് അറിയാൻ ശ്രദ്ധിക്കേണ്ടത്? കവർ നമ്പർ നിങ്ങൾക്ക് അറിയാലോ. കവർ നമ്പർ അറിയില്ലേ? എത്ര നമ്പർ? എത്ര പോരാ? പിന്നെ എഫ് ആണെങ്കിൽ എഫ്, ആറാണെങ്കിൽ അത് മനപ്പാടാക്കണം. ഏത് ഉറക്കം എത്ര കവർ നമ്പർ വെച്ചാൽ അത് മനപ്പാടാണ്. ഈ മകൻ ഇഷ്ടം മനസ്സിലാവും. മനസ്സിലങ്ങനെ വേണം. ഇതെന്താ അറിയോ? നിങ്ങൾ ഒറ്റപ്പെട്ടു പോയ അവസരത്തിൽ നിങ്ങൾക്ക് ഒരു സാധനങ്ങളുടെ കയ്യിൽ രേഖ ഏറ്റവും ചുരുങ്ങിയത് KLF 60-70 വിഭാഗത്തിനെ പറഞ്ഞാൽ അവർ ഈ ഉദ്യോഗസ്ഥന്മാർക്ക് പ്രത്യേക സംവിധാനം ഉണ്ട്. അവരടിച്ചു നോക്കും. KLF ഇന്ത്യക്കാരനാണ്, ബന്ധപ്പെടാൻ നമുക്ക് മാർഗങ്ങളുണ്ട്. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് നമുക്ക് ഒന്നും അറിയില്ലെങ്കിൽ ഒരു കവർ നമ്പർ എങ്കിലും നമുക്ക് അറിഞ്ഞാൽ രക്ഷപ്പെടാൻ മാർഗമാണ്. അപ്പൊ ഇത് നിങ്ങൾ മനപ്പാടമാക്കുന്നത് എഴുതാം. പിന്നെ പാസ്പോർട്ട് നമ്പർ, അല്ലെങ്കിൽ പാസ്പോർട്ടിന്റെ കോപ്പി ഉണ്ടാവുമല്ലോ. നെയിം, നിങ്ങളുടെ പേര്, അതുപോലെ നിങ്ങളുടെ കൂടെ പിന്നെ ഗാർഡിയൻ ആൻഡ് കമ്പനി, നിങ്ങളുടെ കൂടെ പോരുന്ന ആള് ആരാണെങ്കിൽ അദ്ദേഹത്തിന്റെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ ജെൻഡർ മെയിൽ ഫീമെയിൽ, ബ്ലഡ് ഗ്രൂപ്പ് ഇല്ലെങ്കിൽ ഇല്ല, കോണ്ടാക്ട് നമ്പർ. കോണ്ടാക്ട് നമ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങളെ ബന്ധപ്പെടേണ്ട നമ്പർ.
നാട്ടിലത്തെ നമ്പർ ആവില്ല. അപ്പൊ നേടിലും തൽക്കാലം നിങ്ങളെ ബന്ധപ്പെടാൻ പറ്റിയ നമ്പർ എഴുതും. പിന്നെ നിങ്ങൾക്ക് നിങ്ങളെ അസിസ്റ്റ് ചെയ്യുന്ന നമ്പർ, അഡ്രസ് കൃത്യമായിട്ട് ഇവിടുത്തെ അഡ്രസ് പണ്ട് ഓരോ കൃത്യമായ അഡ്രസ് ഉണ്ടാവും. പിയോ കൃത്യമായ നാട്ടിൽ അഡ്രസ് എഴുതിക്കണം. എമർജൻസി കോൺടാക്ട്, ഇതിന്റെ ലാസ്റ്റുള്ള കാര്യമാണ്. ഇതെന്തിനാ? എന്തെങ്കിലും സംഭവിച്ചാൽ അതാണ് രക്ഷപ്പെടുത്തുമാറാവട്ടെ. എന്നാൽ എന്തെങ്കിലും സംഭവിച്ചാൽ അവർ ബന്ധപ്പെടാനുള്ള നമ്പറാണ് എമർജൻസി നമ്പർ. ആ നമ്പർ നിങ്ങൾ ഏറ്റവും ബന്ധപ്പെടാവുന്ന ഒരു നമ്പറാണ് എഴുതി വെക്കേണ്ടത്. അതൊരിക്കലും നിങ്ങൾ സമാധാനം എഴുതാൻ പാടില്ല. പിന്നെ മെഡിക്കൽ ഹിസ്റ്ററി. ഒരു MBBS കാരനായ അലോപ്പതി ഡോക്ടറെ കാണും. ഗവൺമെന്റ് ഡോക്ടറെ തന്നെ കാണുന്നതിൽ അലോപ്പതി ഡോക്ടറെ തന്നെ കാണുന്ന നിർബന്ധമാണ് പോളിസി. അവരെടുത്ത് പോകുന്നു, നിങ്ങള് പിന്നെ പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തരും. അത് കഴിഞ്ഞ് ലാസ്റ്റ് എന്ത് ചെയ്യും? അവര് പിന്നെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതി തരും. ഗവൺമെന്റ് ഡോക്ടർ ആണെന്ന് പറയാൻ കാരണം ഈ മെഡിക്കൽ ഓഫീസർമാർക്ക് പോയിട്ട് ചേർന്ന് പറയാൻ കാരണം മെഡിക്കൽ അവരുടെ സീൽ ഇതിൽ വേണം. അതിനാണ് ഗവൺമെന്റ് ഡോക്ടർ ആവണം നിർബന്ധം പറയാൻ കാരണം. ഗവൺമെന്റ് ഡോക്ടറിനെ ആവണട്ടോ, ശ്രദ്ധിക്കണം. അങ്ങനെ മെഡിക്കൽ ഓഫീസറുടെ സീൽ അതിൽ വേണം. പിന്നെ നിങ്ങളുടെ ഒപ്പ്, ഫസ്റ്റ് പേജിൽ ഒരു ഒപ്പിടുണ്ട്, അത് നിങ്ങളുടെ ട്രെയിനർമാർ ഇട്ടത്. പിന്നെ നിങ്ങൾ വാക്സിനേഷൻ ആണ്. വാക്സിനേഷൻ ചെയ്യുന്ന അവസരത്തിൽ അതിന്റെ നമ്പർ ഡീറ്റെയിൽസ് ഒക്കെ എഴുതി വെക്കണം. കോവിഡ് ചോദിക്കുന്നുണ്ട്, അത് നിർബന്ധമില്ല, അത് നിർബന്ധമില്ല. പിന്നെ സീസൺ ഇൻഫ്ലുവൻസ അതൊക്കെ അവർ എഴുതി തരും. എല്ലാവിധ സേവനം ചെയ്യുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് വലിയ പ്രതിഫലം നൽകുമാറാവട്ടെ അല്ലെ. നമ്മളെ ഈ മാനോജൊക്കെ കാണുന്ന ദിവസങ്ങൾ, ആ ദിവസങ്ങൾ ഫുള്ള് അവിടെ തന്നെ ഈ വയസ്സ് കാണും. എല്ലാം തിരിച്ച് ഫുള്ളായിട്ട് അവിടെ പോകുന്നതാണ് മാനോജിനെ പുറത്ത്. കുറേ വയസ്സന്മാരെ ആൾക്കാരെ കാണാം. പക്ഷെ വയസ്സ് ശരീരത്തിനുള്ളൂ, മനസ്സിലില്ല. നമ്മളൊക്കെ നമ്മൾ തയ്യാറാകുന്നില്ല അല്ലെ. കുറെ ഉമ്മമാരെയും കാണാം. അപ്പൊ അവിടുത്തെ വലിയ സേവനം ചെയ്യുന്ന ആൾക്കാരാണ്. അവർക്ക് എന്ത് ചെയ്തത്? ഭക്ഷണം അവിടെ കിട്ടും, അതുപോലെ തന്നെ അവിടെ പള്ളി നിസ്കാരങ്ങൾ കാര്യങ്ങളൊക്കെ കിട്ടും. എന്നിട്ട് പോകുന്നതിന്റെ കുറച്ച് മുമ്പ് നിങ്ങൾ വിളിക്കും. ഇന്ന സമയത്ത് ഫ്ലൈറ്റ് ആണ്, ആ ഫ്ലൈറ്റിലേക്ക് പോകുന്നതിന് നിങ്ങൾ ഇറാൻ ചെയ്യാൻ പറയും, കുളിക്കാൻ പറയും. കുളി സമയം കുളിച്ച് വന്ന് നീയത്ത് വെക്കാൻ പറയും. നിങ്ങൾ ഡ്രസ്സ് മാറ്റുന്നു, നിങ്ങൾക്ക് നീയത്ത് വെച്ച് തരും അല്ലെ. അപ്പൊ ഉമ്രത്ത വാഹനത്തു മീനില്ലായി കാലം. ഞാൻ ഉമ്രയ്ക്ക് വേണ്ടി ഇറാൻ ചെയ്യുന്നു, നീയത്ത് വെക്കണം. ഉമ്രക്ക് സമയം സാധനം ചെയ്യാറുള്ളത്. നീ അജ്ജിന് വേണ്ടി ലാസ്റ്റ് പോകുന്ന ആൾക്കാർ അജ്ജിന് ഇറാൻ ചെയ്യുന്നവരുണ്ട് കേട്ടോ. ഇത് പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അജ്ജ് കയ്യോളം പിടിച്ചു നിൽക്കാൻ വലിയ പ്രയാസമായിരിക്കും നമ്മളെ സാധാരണക്കാരെ സംബന്ധിച്ചോളം. കാരണം അജ്ജിന്റെ ഒരു ഹറാം ഉണ്ടാവാൻ പാടില്ലല്ലോ. ഒരുപോലെ പോയത് മനസ്സ് കരക്കരുത്തുന്ന കുറെ ആൾക്കാർ ഉണ്ടാവാറുണ്ട്, ഇവിടുന്ന് പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷെ പൊതുവേ സാധ്യത ചെയ്യാം ഉമ്രക്ക് ഇറാൻ ചെയ്ത് പോകും. അങ്ങനെ നമ്മൾ യാത്ര തിരിച്ചു വരുന്നു, അതെല്ലാ കാര്യം ലഭിക്കുന്നു, പാസ്പോർട്ട് നമ്മുടെ രേഖകളൊക്കെ കിട്ടുന്നു, നമ്മുടെ കയ്യിലായിരിക്കും ഉണ്ടാവുക, എല്ലാം ചെക്ക് ചെയ്യും. അങ്ങനെ നമ്മളെ എയർപോർട്ട് പുറത്ത് ആളിലെത്തി അച്ഛൻ്റെ ക്യാമ്പിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും, യാത്ര ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞുതരും. എല്ലാം റെഡിയായില്ലേ? അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിലേക്ക് കൊണ്ടുപോകും. ഫ്ലൈറ്റിലേക്ക് കൊണ്ടുപോയി അവിടെ അപ്ലിക്കേഷൻ ക്ലിയറൻസ് കഴിഞ്ഞു, വിമാനത്തിൽ കയറുന്നു. വിമാനത്തിൽ കയറിയിട്ട് നമ്മൾ പിന്നെ അവിടെ യാത്രയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രാഥമിക കർമ്മങ്ങൾ എവിടെ നിർവഹിക്കണം? നമ്മൾ എവിടെ ചെയ്യണം? എയർപോർട്ടിൽ തന്നെ ചെയ്യാം. ഫ്ലൈറ്റ് കയറിയാൽ പഴയ കാലത്ത് നമ്മൾ മദ്രസയിൽ പോയ മാതിരി ആവരുത്. നമ്മൾ മലപ്പുറം ഭാഷയിൽ ചോദിക്കാം, ഒരാൾ ചോദിക്കും പാത്താൻ പോട്ടെ. അപ്പൊ അടുത്തൊരു മുഴുവൻ മൂത്രയ്ക്കുണ്ടാവും. വരിക്ക് പോകും. നമ്മൾ ആവശ്യമില്ല ചിന്തയാണ് നമുക്ക് അങ്ങനെ വരിക്ക് പോകണം. അപ്പോൾ ആൾക്കാർ എങ്ങനെ പോകണം? ആ ഫ്ലൈറ്റിന്റെ പരമാവധി അത്യാവശ്യമില്ലാതെ പോകാതിരിക്കുക. അതിന്റെ കാരണം എന്താണ്? വളരെ ഇടുങ്ങിയ സ്ഥലമാണ്, സാധ്യത കൂടുതലാണ് ഇവിടുന്ന് ഫ്ലൈറ്റിന് ബാത്റൂം ഉപയോഗിക്കുമ്പോൾ. പിന്നെ അധികം വെള്ളം ഉപയോഗിക്കരുത്. നമുക്ക് ചായ കുടിച്ചിട്ട് പെട്ടെന്ന് സുവിധ ആപ്പ് ചെയ്തു അല്ലെ. എന്താ ചെയ്തിട്ടുള്ളൂ? അച്ച് സുവിധ എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ കിട്ടും. പ്ലേ സ്റ്റോറിൽ പോയാൽ അത് ആരോടാ ചോദിച്ച് പഠിക്കേണ്ടി അറിയുമ്പോൾ നിങ്ങളെ ചെറിയ മകന്റെ അടുത്ത് അരമണിക്കൂർ ഇരിക്കുക. ഏറ്റവും ചെറിയ മകന്റെ അടുത്ത് അരമണിക്കൂർ ഇരിക്കുക. അവൻ ഭയങ്കര അഡ്വാൻസ്. വലിയ മകനേക്കാൾ അഡ്വാൻസ് ആരാധനങ്ങൾക്ക് ആൽഫ ജനറേഷനിലെ അവസാനത്തിലുള്ള നമ്മുടെ ചെറിയ മോനാണ്. നമ്മളൊക്കെ പോയ ആൾക്കാരാണ്. നമ്മളൊക്കെ പോയ പഞ്ചന്മാരായി. പുതിയ കുട്ടികൾ ഭയങ്കര സംഭവമാണ്. ഒരു 4 കൊല്ലം മുമ്പ് പിന്നെ ഒരു 4-5 കൊല്ലായി എന്റെ മകൻ 3.5 വയസ്സാണ്. ഒരു ദിവസം ചെറിയ മൊബൈൽ എടുത്ത് കണ്ടു പോലെ ടോർച്ച് ഓണാക്കി തരാൻ പറഞ്ഞു. കറണ്ട് പോയി. എന്തോ ഒരു സാധനം എടുക്കാൻ വേണ്ടി കാണില്ല. ചെറിയ നോക്കിയന്റെ ഫോൺ ഉണ്ടായിരുന്നത് 5-6-7 വർഷം കഴിഞ്ഞു. അപ്പൊ ഈ മൊബൈൽ ഇങ്ങനെ ഓണാക്കിയിട്ട് ഞാൻ സാധനമൊക്കെ നോക്കി. ഇത് കഴിഞ്ഞ് മൊബൈൽ എടുത്തിട്ട് ഞാനിത് ഓഫാക്കാൻ എനിക്ക് കഴിയണില്ല. അപ്പൊ ഈ 3.5 വയസ്സുള്ള മോനുണ്ട് മൊബൈൽ വാങ്ങിയിട്ട് മോനെ ഓഫാക്കിയിട്ട് എന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഇപ്പൊ അങ്ങള് പൊട്ടനാണ്, ഒരു രക്ഷയില്ല, കേൾക്കല്ലാതെ. കുട്ടികൾ വളരെ അഡ്വാൻസ് സത്യക്കാണ്. നമ്മൾ സഹിക്കന്നെ. അപ്പൊ നമ്മൾ അരമണിക്കൂർ ഏറ്റവും ചെറിയ മകന്റെ അടുത്തിരുന്ന മൊബൈലിന്റെ എല്ലാ കാര്യവും വേണ്ടി മണിയായി പറഞ്ഞു.
മോനെ നല്ല ഉഷാറ്, മോനൊക്കെ പഠിച്ചിട്ടുണ്ട്. എവിടെ പഠിച്ചു നിങ്ങൾ ചോദിക്കരുത്, മോൻ ഉഷാറാണ്. മോന്റെ ബുദ്ധി AI ജനറേഷനിലെ കുട്ടികളാണ്. അവർ പഠിക്കുക, അവരങ്ങനെയാണ്. നിങ്ങൾക്ക് അറിയില്ല, ചെറിയ മക്കളെ പഠിപ്പിച്ചിട്ടാ ഓരെല്ലാം പറഞ്ഞു. നിങ്ങൾ ചോദിക്കുക ഞാൻ കുട്ടികളോട് ഇതെങ്ങനെ ഓഫാക്കല്, എങ്ങനെ വോയിസ് എടുക്കരുത് നിങ്ങൾ ചോദിക്കുന്നവരോടാ. അപ്പൊ വേണം വേറെ അങ്ങനെ ഇരുന്നാൽ മതി, വേഗം കിട്ടും. അപ്പൊ വാങ്ങുന്ന എല്ലാവരുടെ കയ്യിലും ഫോൺ ഉണ്ടായാൽ കുറെ ഉപയോഗമുണ്ടെന്ന് ഉണർത്തുക. അപ്പൊ സുവിധ ആപ്പ് സുവിധ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തു. എന്നിട്ട് അതിന്റെ യൂസർ നിങ്ങൾ ലോഗിൻ ചെയ്യണമല്ലോ. യൂസർ ID ഏതാണ്? നിങ്ങളുടെ കവർ ഹെഡിന്റെ പിന്നെ നമ്പർ, യൂസർ ID കവർ നമ്പർ സോറി പിന്നെ MP ആദ്യം ചെയ്ത് നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ അത് ഓർമ്മണ്ടല്ലോ. അപേക്ഷിക്കുന്ന അവസരത്തിൽ നിങ്ങൾ ഏത് ഉപയോഗിച്ചാൽ നോക്കിയത് നമ്പർ ഇട്ടില്ലേ, മൊബൈൽ നമ്പർ എന്താണെങ്കിൽ. അപ്പൊ കവർ ഹെഡിന്റെ ആ യൂസർ ID ആണ് ഉപയോഗിക്കേണ്ടത്. പിന്നെ MPIN MPIN ഉണ്ടാക്കിയിട്ടുണ്ടാവും, ഓർമ്മണ്ടല്ലോ, എനിക്കറിയില്ലല്ലോ. അത് ഉപയോഗിച്ച് നിങ്ങൾ പാസ്വേഡ് ഉപയോഗിച്ച് തുറക്കുക. തുറന്നിട്ട് അതിൽ ആദ്യമാർ അടിക്കുമ്പോൾ സ്റ്റേറ്റ്മെന്റ് വേറെ വിവരങ്ങൾ ഉണ്ടാവും. താമസിക്കുന്ന ബിൽഡിങ്ങിന്റെ കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ലഭിക്കാൻ അതിന് ഉപയോഗമാണ്. പക്ഷേ അതിന്റെ വിശദമായ കാര്യങ്ങൾ ഇവിടെ സംശയം തീരാത്താണെങ്കിൽ അവിടെ എത്തിയ ശേഷം നിങ്ങളെ സച്ചിമാര് നിങ്ങളുടെ കൂടെ പറഞ്ഞു തരും. പിന്നെ അതിലെ മെസ്സേജ് അയക്കാൻ നിങ്ങൾ ഒറ്റപ്പെട്ടു ഒരു വോയിസ് അയക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ അയക്കുന്ന സ്ഥലത്താണ് നിൽക്കുന്നത് ഒരു വീഡിയോ അയക്കാം പറയാം അല്ലെ. അതെങ്ങനെ എടുക്കാൻ നോക്കാൻ നേരത്തെ പറഞ്ഞ മാതിരി കുട്ടികൾ ചോദിച്ചാൽ അവൻ പറഞ്ഞത് എങ്ങപ്പോ നിന്നു, നമ്മൾ ഒറ്റപ്പെട്ട സ്ഥലത്ത് നിന്നു. അപ്പൊ എവിടെ ഉമ്മ നിൽക്കുന്നത്? എന്റെ ബിൽഡിംഗ്. ഏത് ബിൽഡിംഗ്? എല്ലാം പച്ച ബിൽഡിംഗും മഞ്ഞ ബിൽഡിംഗും ഉപയോഗിക്കാം, ഒന്നും നോക്കാൻ പറ്റില്ല. അപ്പൊ പച്ച ബിൽഡിംഗ് നമ്മുടെ കാര്യം ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ നിന്നിട്ട് എന്ത് ചെയ്യാം, ഒരു വീഡിയോ എടുക്കാം, ആ വീഡിയോ അയച്ചു കൊടുക്കാം, വേണ്ടെടുക്കാം. അപ്പൊ എന്റെ ഏരിയയിലാണ് എന്റെ അവിടെ എന്റെ രീതിയിൽ വന്നാൽ മതി എന്നൊക്കെ അവർ പറഞ്ഞു തരും. പക്ഷെ അതിന് വേണ്ടിയാണ് ഈ കാര്യം ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇത് നാട്ടിൽ തന്നെ എന്ത് ചെയ്യാം, ഇൻസ്റ്റാൾ ഇത് ആക്റ്റീവ് ആക്കി പോവുകയാണ് നല്ലത്. ഇവിടെ തന്നെ അതാണ് ഏറ്റവും നല്ലത് ഇൻഷാ അല്ലാഹ്. പിന്നെ അവിടെ നമുക്ക് ഉപയോഗിക്കുന്ന സാധനം മ്യൂസിക് കാർഡ് അറിയാലോ. എവിടുത്തെ ഉപയോഗം വരും? മ്യൂസിക് കാർഡ് റൗദയിൽ കയറുമ്പോൾ മ്യൂസിക് കാർഡ് നിർബന്ധമാണ് അല്ലെ. അപ്പോ ചിലപ്പോൾ നിയമം ആ സമയത്ത് നിയമം മാറുമെന്ന് പറയാൻ കഴിയില്ല. ഇപ്പോഴത്തെ അവസരം അങ്ങനെയുണ്ട്. അപ്പൊ ഈ മ്യൂസിക് കാർഡിന്റെ കാര്യങ്ങളും വിശദമായിട്ട് നിങ്ങൾക്ക് അവിടെ എത്തുമ്പോൾ ഒന്നുകൂടി അവർ പറഞ്ഞുതരും. പിന്നെ ഈ രേഖകളൊക്കെ വിതരണം ചെയ്യുമ്പോൾ ആ മ്യൂസിക് കാർഡ് അതിലുണ്ടാവും. അത് നിങ്ങളുടെ പിന്നെ എങ്ങനെയാണ് ചെയ്യേണ്ടത് അവിടുന്ന് പറഞ്ഞുതരും. അത് നോക്കിയിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അവിടെ ഹറമിലേക്ക് റൗദയിലേക്ക് കയറാനുള്ള അവസരമൊക്കെ ഉള്ളത് സൗകര്യമാണ്. പിന്നെ അതിന്റെ ടാഗ് ഇറങ്ങി പോകാൻ സാധ്യത മ്യൂസിക് കാർഡിന്റെ. അപ്പൊ അതിന് എന്ത് ചെയ്യണം, നൂല് കൊണ്ട് നിങ്ങളുടെ കയ്യിൽ പോകുന്ന അവസരത്തിൽ ഒരു സൂചി നൂലും വെക്കുന്നത് നല്ലതാണ്. പോകുമ്പോൾ ഒരു സൂചി നൂലും കയ്യിൽ വെക്കുന്നത് നല്ലതാണ്. അത് ലഗേജിൽ വെക്കണം, ശരിക്കും ശക്തി വെക്കണ പെട്ടി അടക്കുന്നത് വെക്കുക. ഇത് നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങൾ മഫ്തം കീറി നിങ്ങളുടെ ബാക്കിൽ ഈ മഫ്തന്റെ സ്റ്റിക്കർ ഒന്ന് പോകും അലക്കുമ്പോൾ എന്ത് ചെയ്യാം, തുന്നണ്ടേ, ടൈലർക്ക് പോകാൻ കഴിയില്ല. അപ്പൊ നിങ്ങൾക്ക് തന്നെ തുന്നാൻ പറ്റും. ഒരു ബട്ടൺ പോകുന്നു, ഭർത്താവിന് ബട്ടൺ പോകുന്നു, ടൈലർ തന്നെ പോകാൻ കഴിയില്ല. അപ്പൊ നിങ്ങൾക്ക് തന്നെ തുന്നി കൊടുക്കാം. അതിന് ബട്ടൺ നമുക്ക് തന്നെ ഉന്നാൻ കഴിയില്ല, ഓരോ കാര്യത്തിനുള്ള ആവശ്യമില്ല, നമുക്ക് ഉന്നാൻ കഴിയില്ല. ബട്ടണൊക്കെ നമ്മളതും പഠിക്കണം അല്ലെ. അതൊക്കെ അപ്പൊ അങ്ങനെ ഒക്കെ ചെയ്യാൻ സൗകര്യത്തിന് തുന്നില്ല, നൂല് വേണം നിർബന്ധം. അപ്പൊ ഇത്തരം കാര്യങ്ങൾ മൈന്യൂട്ട് കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ നിരോധിത വസ്തുക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തീ പിടിക്കുന്ന വസ്തുക്കൾ, കസ്കസ്, നമ്മുടെ ബിരിയാണിക്ക് നമ്മൾ വരും കസ്കസ്, അത് ലഹരി പദാർത്ഥമായിട്ടാണ് ഇന്റർനാഷണൽ രംഗത്ത് ഉപയോഗിക്കുന്നത്. സൗദിയൊക്കെ കേൾക്കുന്നതുകൊണ്ട് കസ്കസ് ഒരിക്കലും കൊണ്ടുപോകാൻ പാടില്ല. മറ്റ് മയക്ക് തോന്നുന്ന ഒരു സാധനങ്ങളും കൊണ്ടുപോകാൻ പാടില്ല. ഈ ചില ഗുളികകൾ, യുനാനിലെ ചില ഗുളികകളൊക്കെ ഈ ഒരുപക്ഷെ ചില ഈ ഹബ്ബെ ഷിബ പോലത്തെ ഗുളികളുണ്ട്. ചിലർക്ക് ഈ ചില അംശങ്ങൾ അനുവദിക്കപ്പെട്ടതാണെങ്കിൽ പോലും അത്ര ചില വിഷയങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് അത്ര സാധനങ്ങൾ കൊണ്ടുപോകാൻ കൊണ്ടുപോകുന്ന മരുന്നുകളാണെങ്കിൽ ആയുർവേദ മരുന്നുകൾ കൊണ്ടുപോകാം. ഡോക്ടറുടെ കുറിപ്പടി നിർബന്ധമാക്കി വേണം. മരുന്ന് വാങ്ങുന്നതിന്റെ ഷീറ്റും വേണം. അതാ എന്ത് സാധനം കൊണ്ടുപോകാൻ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് ആയുർവേദ മരുന്ന് കൊണ്ടുപോകാൻ, ആയുർവേദ മരുന്ന് എയർപോർട്ടിൽ തന്നെ കൊണ്ടുപോകാൻ രീതിയിൽ അവർ തരുന്നുണ്ട്. ആര് ഹജ്ജ് ഹൗസിൽ നിന്ന് തന്നെ അവിടെ പ്രത്യേകമായ ഡോക്ടർമാരുണ്ട്. അവർ കൊണ്ടുപോകുന്ന രീതിയിൽ അവിടെ എഴുതി തരുമ്പോൾ ചെയ്യും. വേണമെങ്കിൽ കൊണ്ടുപോകാം. അത്യാവശ്യം സ്ഥലം പൊടി അവിടെ പൊടി ഉണ്ടാവില്ല, അവിടെ തലതിരുന്ന പൊടിയൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ ലിസ്റ്റ് വെച്ച് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ആയുധങ്ങൾ പോലത്തെ സാധനങ്ങൾ, അതുകൊണ്ട് പോക്ക് പോലത്തെ സാധനങ്ങൾ കാണാൻ കൊണ്ടുപോകില്ല. നമ്മൾ പാടില്ല എന്ന് പറയാൻ മാത്രമേ ഉള്ളൂ. പുകയില ഉൽപ്പന്നങ്ങൾ ഇവിടെ കൊണ്ടുപോകില്ല അല്ലെ. നമ്മൾ തിരിച്ചു വരുമ്പോ എല്ലാ ചെയ്താനോട് ഒഴിവാക്കി പോരുമ്പോഴും നമ്മൾ ഇവിടുന്ന് കരിപ്പൂരം വിമാനം ഇറങ്ങിയാൽ നമ്മൾക്ക് ഒരു സ്വഭാവമാണ്. എന്ത് ചെയ്യും നമ്മള് മകനെ വണ്ടി നിർത്തിയിട്ട് കരിപ്പൂരിൽ തന്നെ ഒരു വീടിക്ക് വേണ്ടി നിർത്തുന്നു. നമ്മൾ ഒരു 45 ദിവസം വീട് ചേർത്തുന്നുണ്ടല്ലോ. അപ്പ ചേർത്ത താരം തിരിച്ചു വരികയാണ്. നമ്മളവിടെ ഏറോട് കൂടിയിട്ട് എല്ലാ പിശാചുകളും എറിഞ്ഞിട്ട് പോകുന്ന ഇൻഷാ അല്ലാഹ് അതാ നോക്കിയാലും പറയാം. പിന്നെ മറ്റ് തീവ്ര സ്വഭാവമുള്ള പുസ്തകങ്ങൾ, സൗദി നിരോധിക്കപ്പെട്ട പുസ്തകങ്ങൾ, സീഡികൾ, മറ്റു രാഷ്ട്രങ്ങളുടെ പതാകകൾ, ഡോളറുകൾ കൂടുതൽ കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ. എന്നാൽ നിരോധിച്ച ഒരു സാധനം കൊണ്ടുപോകാൻ പാടില്ല. പിന്നെ ഈ ആക്ട് കാർഡിനെ കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതിന്റെ കാര്യം വിശദമായിട്ട് ഈ കുത്തിവെപ്പിന്റെ അവസരത്തിൽ കൂടി അവർ പറഞ്ഞു തരും. ഡോക്ടറുടെ സീലും കാര്യങ്ങളൊക്കെ അതിൽ നിർബന്ധമാണ്. ഹോസ്പിറ്റലിലെ സീല്, റൗണ്ട് സീലൊക്കെ നിർബന്ധമാണ്. അതൊന്നും ഒഴിവാക്കാൻ പാടില്ല. പിന്നെ അതിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഇൻസുലിൻ. ഇൻസുലിൻ ഉപയോഗിക്കുന്ന എത്ര ആൾക്കാരില്ലേ?
ഇൻസുലിൻ ഉപയോഗിക്കുന്ന എത്ര പേരുണ്ട് ഇതില്? ഇൻസുലിൻ പ്രമേയക്കാര് കുറവാ കൊണ്ടുപോകട്ടെ, ഇൻസുലിൻ ഉപയോഗിക്കണ്ടേ അല്ലെ? അപ്പൊ ഇൻസുലിൻ കൊണ്ടുപോകുമ്പോ 200 ml കൂടുതൽ കൂടുതലാവരുത്. 200 ml മില്യൻ അങ്ങനത്തെ അത് മൊത്തം പാക്കിൽ കൊണ്ടുപോകുമ്പോ ഐസിന്റെ പാക്ക് വാങ്ങാൻ പറ്റും. അറിയാലോ, മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കിട്ടും ഡ്രൈ ഐസിന്റെ പാക്ക്. ആ പാക്ക് നിങ്ങൾ ഹാൻഡ് ബാഗേജിൽ ശരിക്കും ബാഗിലാക്കി വെച്ചിട്ട് കൃത്യമായിട്ട് അത് തണുപ്പ് നിലവിൽ കൊണ്ടുപോവുക. എയർപോർട്ടിൽ എത്തിയാൽ അവിടെ ഫ്രിഡ്ജ് സംവിധാനം ഉണ്ടാവും, അവിടെ വെക്കാം. തിരിച്ച് വിമാനത്തിൽ പിന്നെ ഏസിലുണ്ട് പ്രശ്നമില്ല. റൂമിൽ അപ്പൊ അതിനാണ് ഐസ് പാക്ക് കൈ കരുതാൻ കാരണം. ഇനി റൂമിലെത്തിയാലോ അവിടെ ഫ്രിഡ്ജ് സംവിധാനങ്ങളുണ്ട്, അവിടെ വെക്കാം. അപ്പൊ നിങ്ങൾക്ക് അവിടെ കൊണ്ടുപോകാൻ പറ്റും, പ്രശ്നമില്ല. അതായത് ചിലപ്പോൾ അവിടെ വാങ്ങാൻ ചിലപ്പോൾ സാമ്പത്തിക നല്ല പുറത്ത് പോയി വാങ്ങേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ആവശ്യമായ രീതിയിലുള്ള കാര്യങ്ങൾ കരുതാൻ പറ്റും. അതിന്റെ കൂടെ എന്ത് വേണം നിങ്ങൾ ഉപയോഗിക്കാത്ത സിറിഞ്ചുകളും ഒക്കെ കരുതണം. ബില്ല് ഡോക്ടറുടെ കുറിപ്പടി വേണം, ബില്ലും വേണം. എന്ത് സാധനം മരുന്നുകൾ കൊണ്ടുപോവാണെങ്കിൽ അത് നിർബന്ധമാണ്. ഞാൻ പ്രമേയ രോഗി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതിന്റെ രേഖ നിർബന്ധമാണ്. ഇത്തരം സാധനങ്ങളാണ് കൊണ്ടുപോകേണ്ടത്. പിന്നെ പറഞ്ഞ ഈ ഫ്ലൈറ്റ് ഷെഡ്യൂളിന്റെ കാര്യം ഏതാണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഫ്ലൈറ്റ് ഷെഡ്യൂളിന്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. ആ ഫ്ലൈറ്റ് ഷെഡ്യൂളിൽ നിങ്ങൾക്ക് എന്നെത്താനാ പറഞ്ഞത്? നിങ്ങൾ ഡേറ്റ് എന്നാ? 20 എന്നെത്താനാ പറഞ്ഞത്? 17 14 എത്ര യാത്ര? 14 എന്നാ അവിടെ എത്താൻ പറഞ്ഞതില്? പക്ഷെ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതില്ല. നിങ്ങൾക്ക് 24 മണിക്കൂർ മുമ്പ് എത്തേണ്ടുള്ളൂ. അത് ആരെ പറയാം? കഴിഞ്ഞ വർഷമൊക്കെ സംഭവിച്ച നിലകള് 2 ദിവസം മുമ്പൊക്കെ അവിടെ എയർപോർട്ടിൽ വന്ന ആൾക്കാർ ഏത് നോക്കിയിട്ട്? ഈ മെസ്സേജ് നോക്കിയിട്ട്. വാട്സപ്പ് മെസ്സേജ് നിങ്ങൾ SMS വരാം. അതിന് മുമ്പ് ഈ SMS ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ ഷെഡ്യൂൾ ഉണ്ടാവും. 16 തീയതി പോകുന്ന ആള് 14 വരാൻ പറയും, ആവശ്യമില്ല. അപ്പൊ ആരാ കൃത്യം പറഞ്ഞുതരാ? നിങ്ങളുടെ കൂടെ പോകുന്ന ഇവരെ പോലത്തെ വളണ്ടിയർമാർ, പിന്നെ സ്റ്റേറ്റ് അഞ്ച് ഇൻസ്പെക്ടർമാർ നിങ്ങളെ വിളിക്കും. നിങ്ങൾ എന്റെ കൂടെ പോകുന്ന ആളാണ്, ആ പേര് ചോദിക്കും. നിങ്ങൾ എത്തേണ്ട സമയം എപ്പോഴാണ്? നിങ്ങൾ യാത്ര എന്റെ സമയത്താണല്ലോ, നിങ്ങൾ എത്തേണ്ടതിന്റെ സമയത്താണ്. അപ്പൊ 16 തീയതി പോകുന്ന ആൾക്ക് 15 തീയതി എത്തേണ്ടേ ഉള്ളൂ. സമയം അവർ പറഞ്ഞിരുന്നു. അതിന്റെ മുമ്പ് അതല്ലാതെ നിങ്ങൾ ആര് പറഞ്ഞാൽ എന്റെ മൊബൈലിൽ മെസ്സേജ് ഒന്നും നോക്കാൻ നിങ്ങൾ ആവശ്യമില്ല. അവിടെ അയാൾ പറഞ്ഞതാണ് നിങ്ങളുടെ അന്തിമ സമയം. അത് നിങ്ങൾ ശ്രദ്ധിക്കാം. ഇപ്പൊ ഷെഡ്യൂൾ വന്നതിനുണ്ടല്ലോ, ഒരു പക്ഷേ ഷെഡ്യൂളിന്റെ സമയം തന്നെ മാറാൻ സാധ്യത ഒക്കെ ഉണ്ട്. അത് നിങ്ങൾ ആദ്യം പറയണം. ഷെഡ്യൂളിന്റെ സമയം മാറാൻ സാധ്യത ഒക്കെ ഉണ്ട്. ചിലപ്പോ ഫ്ലൈറ്റിന്റെ ഷെഡ്യൂൾ ഘടനയൊക്കെ മാറാൻ സാധ്യത ഒക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ അത് നോക്കാൻ നിങ്ങൾ വിളിച്ച് പറയുവര്, അതാണ് നിങ്ങളുടെ യാത്രയുടെ അന്തിമ സമയം. അപ്പൊ ഇപ്പൊ നേരത്തെ മുതലേ പിന്നെ 10-ാം തീയതിയാണ് ഹജ്ജ് ക്യാമ്പ് തുടങ്ങുന്നത്. 8-ാം തീയതി അവിടെ എത്തണം പറഞ്ഞല്ലോ. 8-ാം തീയതി ക്യാമ്പ് ആരംഭിക്കും. 9-ാം തീയതിയാണ് 10-ാം തീയതി പോകുന്ന ആളുകൾ അവിടെ എത്തേണ്ടി വരാം. അങ്ങനെ ഫസ്റ്റ് പോകാറുണ്ട് 10-ാം തീയതി പോകുന്നത്. എപ്പോഴാ സമയത്താ പറഞ്ഞോട്? 8-ാം തീയതി. അത് 9-ാം തീയതി എത്തേണ്ടി വരുള്ളൂ. 8-ാം തീയതി ക്യാമ്പ് തുടങ്ങും. അപ്പൊ ഈ 10-ാം തീയതി എന്ത് ചെയ്യണം? 8-ാം തീയതി മുതലേ നിങ്ങൾ മാനസികമായി തയ്യാറെടുപ്പ് പോയി അത് എപ്പോഴും ആവാന്നുള്ളത് ശ്രദ്ധിക്കണം. പ്രവാസികളായ ആൾക്കാർ പാസ്പോർട്ട് കൊടുക്കാൻ എത്ര പേര് ഇതിലുണ്ടാവും? നിങ്ങൾ പ്രവാസികളായ ആൾക്കാർ അതിനുണ്ടോ? പോയിട്ട് നിങ്ങളെ കൂടെ പോകുന്ന പ്രവാസികളായ ആൾക്കാർ പാസ്പോർട്ട് കൊടുക്കുന്ന പേരുണ്ട്? ഒരാളുള്ളൂ? കൂടെ ഒരാൾ അവരുണ്ട് അല്ലേ? നിങ്ങൾ പാസ്പോർട്ട് കൊടുത്തില്ലേ? അതേ കൊടുത്തിട്ട് കൊടുക്കണം. ഇനി പാസ്പോർട്ട് വൈകിക്കാൻ പാടില്ല. കാരണം 18-ാം തീയതി ഒന്നാമത് പാസ്പോർട്ടിന്റെ ഇവിടുന്ന് സ്കാൻ ചെയ്തിട്ട് അതിന്റെ കോപ്പി വിസക്ക് വേണ്ടി അയക്കണം. അപ്പൊ നിങ്ങൾ ഇനി വൈകാൻ പാടില്ല. പിന്നെ മറ്റു ക്രമീകരണങ്ങൾക്ക് വേണ്ടി പാസ്പോർട്ട് വേഗം എത്തിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. പ്രവാസികൾക്ക് സാധാരണഗതിയിൽ ചൊവ്വാൽ 10 വരെയാണ് സമയം നൽകുന്നത്. അത് കഴിഞ്ഞല്ലോ. അപ്പൊ ഇനി വേഗം എത്തിക്കാൻ വേണ്ടി അവരോട് പറയാം. ഇല്ലെങ്കിൽ പിന്നീട് ഒരു ചില പ്രയാസങ്ങൾ ഉണ്ടാവുമെന്നാണ് അധ്യക്ഷന് പറഞ്ഞത്. വളരെ പെട്ടെന്ന് എത്തിക്കാം. ഷെഡ്യൂൾ മാറ്റുന്ന കാര്യത്തിൽ മുൻ വർഷങ്ങളിലൊക്കെ നമുക്ക് സംഭവധാരം പറയാം. പ്രവാസികളായ ആളുകൾ അവർക്ക് ആദ്യം ഫ്ലൈറ്റിന് പോകുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ അവർ ആവശ്യപ്പെടുന്നത് ആദ്യം പോകണം. ഷെഡ്യൂൾ എവിടെ ആയിരിക്കും? ലാസ്റ്റ് ആയിരിക്കും. അപ്പോ 20-ാം തീയതി ആയിരിക്കും ഷെഡ്യൂൾ. അവർക്ക് എന്ത് പോകണമെന്ന് പറയും? ഇപ്പൊ 10-ാം തീയതി 11-ാം തീയതി പോകണമെന്ന് അവർ ആവശ്യപ്പെടും. അപ്പൊ എങ്ങനെയാണ് അവസരം ഉണ്ടാക്കിയതിന് മുമ്പ് ഒരാൾ അവിടെ ക്യാൻസർ ആയാൽ അല്ലെങ്കിൽ അയാൾക്ക് അസുഖം മൂലം അയാൾ പോകാൻ സാധിക്കായിരുന്നു, ആ ക്യാമ്പിലേക്ക് കയറ്റലുണ്ടായിരുന്നു. പക്ഷെ ഈ വർഷം അത് പറ്റില്ല എന്ന് ഒരു ഓർഡർ ഔദ്യോഗികമായി വന്നിട്ടില്ലെങ്കിലും അങ്ങനെ ഒരു അനൗദ്യോഗികമായ ഓർഡർ വന്നിട്ടുണ്ട്. സൗദി സർക്കാർ പറയുന്നത് എന്താണ് ഷെഡ്യൂൾ ഉള്ളത് ആ ഷെഡ്യൂളിൽ മാത്രമേ ഇങ്ങോട്ട് അവർ വരാൻ പാടുള്ളൂ. അങ്ങനെ ഒരു ചെറിയ നിയമപ്രശ്നമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകമായി പ്രവാസികളോട് സൂചിപ്പിക്കേണ്ടത് വളരെ പെട്ടെന്ന് എത്തിച്ച് പാസ്പോർട്ട് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ എത്തിക്കാൻ വേണ്ടി അവരോട് പറയണം. ഇനി പ്രവാസികൾക്ക് ലീവ് കുറവാണെങ്കിൽ അവർക്ക് അവരുടെ ചെലവിൽ അവിടെ നിന്ന് തിരിച്ച് അവിടുന്ന് പോകാനുള്ള സംവിധാനങ്ങളുണ്ട്. അതിന് പ്രത്യേകമായ അപേക്ഷ കൊടുത്താൽ അവർക്ക് പോകാൻ കഴിയും. അതേ പരിഹാരമുള്ളൂ. മറ്റൊരു ഷെഡ്യൂളുകൾ റീഷെഡ്യൂൾ ചെയ്യാൻ സാധ്യത കുറവാണെന്നാണ് അധ്യക്ഷന് അറിയിച്ചത്. അപ്പൊ അതും പറയാം. പിന്നെ നിങ്ങൾ യാത്ര പുറപ്പെടേണ്ട കാര്യം പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഹജ്ജിന്റെ മറ്റു കാര്യങ്ങൾ